വെൽക്കം ഓൾ. ഓഡിബിൾ അല്ലേ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? സോ കേരള ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്രധാനപ്പെട്ടൊരു സംഭവം, അതായത് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, തിരുവിതാംകൂറിൽ നടന്ന തിരുവിതാംകൂർ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ? രാജഭരണം നിലനിന്നിരുന്ന ബ്രിട്ടൻ്റെ ഒരു വാസൽ സ്റ്റേറ്റ് എന്നൊക്കെ വേണം വിളിക്കാൻ സാധിക്കുന്ന സബ്സിഡറി അലയൻസ് ഒക്കെ അവസാന ഘട്ടത്തിൽ വന്ന ഒരു വാസൽ സ്റ്റേറ്റ് മാത്രമാണത് തിരുവിതാംകൂർ. ഓക്കെ, തിരുവിതാംകൂറിനെ ലേറ്റർ എന്ത് ചെയ്തതാണ്? ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഇൻഡിപെൻഡൻസ് ആക്ട് 1947, ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ലോർഡ് മൗണ്ട് ബാറ്റൻ വെച്ചൊരു ഓപ്ഷൻ എന്താണ്? പ്രിൻസിലി സ്റ്റേറ്റ്സിന് 3 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം പോകാം, അല്ലെങ്കിൽ ദേ ക്യാൻ റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. വെൽക്കം ജിതിൻ, ഹായ്. അഞ്ജലി വെൽക്കം, ഷാഹിദ് വെൽക്കം, ആസിയ, മെസ്സി വെൽക്കം, ഓൾ ആർ വെൽക്കം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. അപ്പം ഈ വർഷം പുന്നപ്ര വയലാറിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുന്നപ്ര വയലാർ സംഭവത്തിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുന്നപ്ര വയലാർ സമരം 1946 സമരമല്ല, അതൊരു വളരെ രക്തരൂക്ഷിതമായ സംഘർഷം തന്നെയായിരുന്നു പുന്നപ്ര വയലാർ എന്ന് പറയുന്നത്. അപ്പം 2026 ആകുമ്പം 80-ാം വർഷമാണ്. അപ്പം നിങ്ങളുടെ 3 സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്ത് വരും? പുന്നപ്ര വയലാർ ഒരു ക്വസ്റ്റ്യനായിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാനുള്ള അങ്ങേയറ്റം സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനി അതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു എപ്പിസോഡ് കൂടിയാണെന്ത്? പുന്നപ്ര വയലാർ സമരം എന്നുള്ളത്. എന്താണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രസക്തി? പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സർ സി പി എന്നൊരു വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യർ ആരായിരുന്നടേ? സർ CP രാമസ്വാമി അയ്യർ ഏകദേശം 1936 മുതൽ 1947 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേര് KCS മണി എന്ന് പറയുന്നൊരു വിപ്ലവകാരി അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് അദ്ദേഹത്തെ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ് തിരുവനന്തപുരത്ത് വന്ന് കച്ചേരിക്കിടയിൽ വെട്ടുന്നത് വരെ, ആ വെട്ട് കിട്ടിയ ശേഷമാണ് അദ്ദേഹം തിരുവിതാംകൂർ വിട്ടു പോകുന്നത്. അപ്പോൾ 1936 മുതൽ 1947 വരെ തിരുവിതാംകൂറിൻ്റെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ദിവാനായിരുന്ന വ്യക്തിയാണ് ആര്? ട്രാവൻകൂറിൻ്റെ ദിവാനായിരുന്ന വ്യക്തിയാണ് ആര്? സർ CP. ഓക്കെ, അപ്പോൾ സർ CP രാമസ്വാമി അയ്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് കൂടിയാണെന്ത്? സർ CP രാമസ്വാമി അയ്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് കൂടിയാണ് ഈ പുന്നപ്ര വയലാർ സ്ട്രഗിൾ എന്നുള്ളത്. അപ്പോൾ സർ CP രാമസ്വാമി അയ്യരെ നമ്മൾ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളൊരു അടയാളപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി വരും. കാരണം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സോഷ്യൽ ഡെവലപ്മെൻറ്റിന് മിഡ് ഡേ മീൽ സ്കീമില്ലേ നമ്മുടെ സ്കൂളുകളിൽ കേരളത്തിൻ്റെ ഒരു സ്വതന്ത്ര ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ട ശേഷം നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഈ പറയുന്നത് പോലെ അറ്റൻഡൻസ് കുറയാതിരിക്കാനും സ്കൂളുകളിലെ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയും കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ വെയിനിങ്ങും തിന്നിങ്ങും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മിഡ് ഡേ മീൽ സ്കീം ഉണ്ടല്ലോ, അതിൻ്റെ തിരുവിതാംകൂറിൽ അതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ജനാധിപത്യ ഗവൺമെൻറ്റിലാണ് മിഡ് ഡേ മീൽ സ്കീം വരുന്നത്. അതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ മിഡ് ഡേ മീൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിത്വമാണ് ആര്? സർ CP രാമസ്വാമി അയ്യർ. അപ്പോൾ സർ CP രാമസ്വാമി അയ്യരുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കും അല്ലെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിഫോംസ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് നമുക്കൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും ചില തീരുമാനങ്ങളുമാണ് ഈ പുന്നപ്ര വയലാർ ഔട്ട് ബ്രേക്കിലോട്ട് പോയതും ഇവഞ്ച്വലി അദ്ദേഹത്തിന് നേരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആയിട്ട് മാറിയതും അത് ഇവഞ്ച്വലി കേരളത്തിലൊരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ആദ്യമേ തിരുവിതാംകൂറിലും പിന്നെ തിരുക്കൊച്ചി സംയമനത്തിലേക്കും പിന്നീട് ഒരു പാർട്ട് B സ്റ്റേറ്റായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്കുമൊക്കെ ഈ കേരള സംസ്ഥാനം പോകുന്നതിലേക്ക് വഴി തെളിച്ചൊരു ഈവൻ്റാണ് ഈ സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായിട്ടുള്ള ഭരണകാലയളവും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായിട്ടുള്ള ഭരണകാലയളവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ മാതൃകയിൽ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കണം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ദ സ്ട്രഗിൾ വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്.
അമേരിക്കൻ മോഡൽ ഇൻ ടു ദ അറേബ്യൻ സീ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു എന്തിൻ്റെ മുദ്രാവാക്യം? പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടെ ആ കാലത്ത് നടന്ന പ്രക്ഷോഭ പരിപാടികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ആരാണ് ഈ അമേരിക്കൻ മോഡൽ കൊണ്ട് നമ്മൾ പഠിക്കും? CPയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് റിഫോം ആണെന്ത് അമേരിക്കൻ മോഡൽ എന്നുള്ളത് നമ്മൾ പഠിക്കും. അമേരിക്കൻ മോഡൽ എന്നുള്ളത് പഠിക്കും. ഇനി ദ സ്ട്രഗിൾ വാസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദിവാൻ CP രാമസ്വാമി അയ്യർ. അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി അല്ലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു എന്ത് ഈ സ്ട്രഗിൾ അല്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. മുളവടി, അതുപോലെ തന്നെ വാരിക്കുന്തം, കല്ല്, അതുപോലെ തന്നെ മറ്റേ അരിവാള്, ഇതൊക്കെയായിരുന്നു അന്ന് വർക്കിംഗ് ക്ലാസിൻ്റെ ഭാഗമായിട്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പ്രക്ഷോഭകാരികൾ പോലീസിന് എഗെയിൻസ്റ്റായിട്ട് ഉപയോഗിച്ച പ്രധാനപ്പെട്ട ടൂൾസ് അല്ലെങ്കിൽ ടൂൾസും ഇംപ്ലിമെൻസും. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നോക്കാം. ഇനി ഞാൻ പറയുന്നത് പുന്നപ്ര വയലാർ സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടോ സർ CP ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭരണത്തിൻ്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ അതൊരു എവല്യൂഷൻ എങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചതെന്നുമായിട്ട് ബന്ധപ്പെട്ടോ ഈ ഒരു എപ്പിസോഡ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ ഏത് മെത്തഡോളജിയാണോ അവലംബിച്ചത് അതേ മെത്തഡോളജി തന്നെയാണ് ഇവിടെ അവലംബിക്കുന്നത്. ചരിത്രത്തിന് 2 കണ്ണുകളാണുള്ളത്. വൺ ഐ ഈസ് ദാറ്റ് ഓഫ് കാലം ആൻഡ് അതർ ഓഫ് ദ സ്പേസ്. ഓക്കെ, കാലവും സ്പേസും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തരും. എന്നിട്ട് മുന്നോട്ടും പിന്നോട്ടും നമ്മളത് ബ്രിഡ്ജ് ചെയ്ത് പഠിക്കും. പിന്നെയുള്ള ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിൽ കൃത്യമായിട്ട് കേരള ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഞാൻ കവർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഏരിയയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർ CP രാമസ്വാമി അയ്യരെ എങ്ങനെ ഒന്ന് പരിചയപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ CP രാമസ്വാമി അയ്യർ 1936 മുതൽ 1947 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു. എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബാംഗമൊന്നുമല്ല, രാജാവും അല്ലായിരുന്നു. പക്ഷേ തിരുവിതാംകൂറിൻ്റെ എല്ലാം ആരായിരുന്നു? സർ CP ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു അവിടുത്തെ ദിവാൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാവ് ആരാണ്? കമൻറ്റ് ചെയ്തോളൂ. ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് ആരാണ്? ഈ 36-47 കാലഘട്ടത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്നെങ്കിൽ അറിയാം. നവംബർ 12 1936 ശ്രീ ചിത്ര തിരുനാൾ. അപ്പോൾ പറഞ്ഞു പോയി. നവംബർ 12 1936 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പോലെ ക്ഷേത്ര പ്രവേശന വിളംബരം എല്ലാ കാസ്റ്റ് ഹിന്ദുവിൽപ്പെട്ട എല്ലാവർക്കും അമ്പലങ്ങളിലേക്കുള്ള വഴികളിലേക്കും ആക്സസ് നൽകിക്കൊണ്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാജാവിൻ്റെ പ്രൊക്ലമേഷൻ വരുന്നത് നവംബർ 12 1936. ഓക്കെ, അപ്പോൾ ആരാണ് രാജാവ്? ഈ കാലഘട്ടത്തിലെ രാജാവ് SCT ആണ്. ആരാണ്? SCT ആണ്. SCT എന്ന് പറഞ്ഞാൽ ആരാടെ? ശ്രീ ചിത്ര തിരുനാളാണെന്ത് ഇദ്ദേഹത്തിൻ്റെ രാജാവ്. ശ്രീ ചിത്ര തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തിത്വമാണ് സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ശ്രീ ചിത്ര തിരുനാളിനെ ഇവഞ്ച്വലി ആ പദവിയിലേക്ക്, ആ ത്രോണിലേക്ക് എത്തിച്ചതിൽ, അദ്ദേഹത്തെ ഇൻസ്റ്റേറ്റ് ചെയ്തതിൽ ഏറ്റവും പങ്കുവഹിച്ചൊരു വ്യക്തിത്വം കൂടിയാണെന്ത് സർ CP എന്നുള്ള പൊളിറ്റീഷ്യൻ. ഓക്കെ, അപ്പോൾ സർ CPയുടെ നേതൃത്വത്തിൽ അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വെൽക്കം രഞ്ജിത. തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവ് ശ്രീ ചിത്ര തിരുനാളാണ്. അപ്പോൾ ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടം കൂടിയാണെന്ത് 1936-47. അതാ പറഞ്ഞത്. അപ്പം ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ അനുബന്ധ വിവരങ്ങളും കൂടെ നിങ്ങൾ ഒപ്പം കൊണ്ടുപോകും. കുറേ ഫാക്ട്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1936 നവംബർ 12 ഏറ്റവും ചരിത്ര പ്രശസ്തമായ ഇന്റർ കേരളത്തിൽ അല്ലെങ്കിൽ പോലും തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായിട്ട് എന്ത് വരുന്നത്? തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വരുന്നത് ആരാണ്? SCT ആണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ SCT ആണ്. അറിയാത്തവർ അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കുക, അറിയാത്തവർ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ സർ CPയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഈ സർ CPയുടെ വരവിന് മുമ്പ് തന്നെ നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്നത് പോലെ തിരുവിതാംകൂറിൽ ഇപ്പം നിലവിൽ എത്ര സഭകളുണ്ടെന്നറിയാമോ? ശ്രീ ചിത്ര തിരുനാളൂടെ വന്നതോടുകൂടി എത്ര അസംബ്ലി ഉള്ളൊരു പ്രിൻസിലി സ്റ്റേറ്റാണ്? 2 അസംബ്ലീസ് ഉണ്ട്. എന്തൊക്കെയാണ്? 2 സഭകളുണ്ട്. അതിൻ്റെ എവല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ആ സഭകൾ ഏതൊക്കെയാണെന്നും ഏത് കാലഘട്ടത്തിൽ അത് വന്നുവെന്നും അതിൻ്റെ ഒരു എവല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തിരുവിതാംകൂറിലുണ്ടായിരുന്ന 2 നിയമനിർമ്മാണ സഭകൾ ഏതൊക്കെയാണ്? ഒന്ന് ശ്രീമൂലം അസംബ്ലി. ഏതാണ്? ശ്രീമൂല അസംബ്ലി കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളല്ലേ? ശ്രീമൂല അസംബ്ലി എന്നൊക്കെ ഉള്ളത്. രണ്ടാമത്തത് ശ്രീ ചിത്ര തിരുനാൾ സ്റ്റേറ്റ് കൗൺസിൽ. ഓക്കെ, ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ. അപ്പോൾ ഇങ്ങനെ 2 അസംബ്ലീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ രാജഭരണമാണ്. പക്ഷെ എന്താണ്?
രാജഭരണമാണ്. എല്ലാവർക്കും വോട്ടവകാശമുണ്ടോ? എല്ലാവർക്കും വോട്ടവകാശമൊന്നുമില്ല. ഏതുപോലെ ഇന്ത്യയിലെ ബാക്കി പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിലെ പോലെയും മറ്റ് നാട്ടുരാജ്യങ്ങളിലെ പോലെയൊക്കെ എന്താണ്, ലിമിറ്റഡ് ഫ്രാഞ്ചൈസി മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ രണ്ട് അസംബ്ലീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. മൊത്തത്തിൽ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രധാനപ്പെട്ട സംഭവം 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഹരിപുര സെഷനിൽ വെച്ചെടുക്കുന്നുണ്ട്. 1938 ഹരിപുര സെഷൻ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹരിപുര സെഷനിൽ ഒരു പ്രധാന തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈക്കൊള്ളുന്നുണ്ട്. ഓക്കെ, സോ ഈ തീരുമാനം കേരളം അടക്കമുള്ള തിരുവിതാംകൂർ അടക്കമുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ കേസ് എടുക്കാം. കാരണം തിരുവിതാംകൂർ പോലെയൊക്കെ അത്ര രാഷ്ട്രീയമായിട്ട് അവബോധമുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ പ്രിൻസിലി സ്റ്റേറ്റുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ കേസിൽ നമുക്കറിയാം, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും ഈ പറയുന്നത് പോലെ തിരുവിതാംകൂറിലൊരു യൂത്ത് ലീഗ് ഉണ്ടായിരുന്നു. ഒരു എക്സ്ട്രീമിസ്റ്റ് വിങ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു യൂത്ത് ലീഗ് അല്ലെങ്കിൽ ഒരു യൂത്ത് വിങ് ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പ്രവർത്തന ഭാഗമായിട്ടും ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള നമുക്കറിയാം മെമ്മോറിയൽസിൻ്റെ കാലഘട്ടം, അതുപോലെ തന്നെ നിവർത്തന അജിറ്റേഷൻ. സോ ഇത്തരത്തിലൊക്കെയുള്ള സംഭവങ്ങളുടെ ആകെത്തുകയായിട്ട് പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് തിരുവിതാംകൂർ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ തിരുവിതാംകൂർ ഭരണകൂടത്തോട് എന്താവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? തിരുവിതാംകൂർ ഭരണകൂടത്തോട് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അതെന്ത് ഗവൺമെൻറ് ആയിരിക്കണം? അതൊരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയിരിക്കണം. എന്താണ്? അതൊരു ജനാധിപത്യ ഗവൺമെൻറ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് വാണ്ട് ദ കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് ദിസ് മൊണാർക്കി കംപ്ലീറ്റ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ കുടുംബത്തിനെ മാറ്റി നിർത്തണമെന്നല്ല ആവശ്യപ്പെടുന്നത്. തിരുവിതാംകൂർ രാജകുടുംബം ജനപ്രതിനിധി സഭകളിലേക്ക് ഡെമോക്രാറ്റിക് ലൈൻസിൽ തിരഞ്ഞെടുപ്പ് നടത്തി ഉത്തരവാദിത്ത ഭരണം, ജനങ്ങളുടെ ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും ലോകത്താകെയും ഈ പറയുന്ന പോലെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമൊക്കെയാണ്. ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള, അപ്പോൾ അമേരിക്കയിലുള്ള ജനാധിപത്യമുണ്ട്, ബ്രിട്ടനിൽ ജനാധിപത്യം ഉണ്ടെന്നുള്ളതല്ലാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള കോളനികളിൽ ജനാധിപത്യ സങ്കല്പങ്ങൾ പരുവപ്പെട്ടു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ ആകെ മാറ്റണമെന്നുള്ളതല്ല, ആ സിസ്റ്റം മൊണാർക്കിയായിട്ട് സെറിമോണിയലായിട്ട് നിലനിന്നുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് മാറണം. അതുകൊണ്ട് ഡെമോക്രസി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, മറിച്ച് എന്താ ഉപയോഗിക്കുന്നത്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് വേണം, ഉത്തരവാദിത്ത ഭരണകൂടം വേണമെന്നുള്ളതാണ് ആരുടെ ആവശ്യം? ഉത്തരവാദിത്ത ഭരണകൂടം വേണമെന്നുള്ളതാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രാജാവിനോട് ആവശ്യപ്പെടുന്നത് രാജാവിനോട് ആവശ്യപ്പെടുന്നത് റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിനെ തരുമെന്നുള്ളതാണ്. അവിടാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, അവിടാണ് 1938 ഹരിപുര സെഷൻ ഈ തിരുവിതാംകൂറിലെ ഈ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു വലിയ തിരിച്ചടി നൽകുന്നത്. കാരണം ഇവരാഗ്രഹിച്ചത്, അതായത് പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ട്രാവൻകൂറിലെ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ആ ഒരു പോപ്പുലേസ് ആഗ്രഹിച്ചത് തങ്ങളുടെ ഈ പ്രക്ഷോഭം ആരേറ്റെടുക്കുമെന്നാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. ഓക്കെ, കാരണം സമാന്തരമായിട്ട് ഐക്യ കേരള പ്രസ്ഥാനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെ? ഐക്യ കേരള പ്രസ്ഥാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പരിപാടിയായിട്ട്, അല്ലെങ്കിൽ കാരണം തിരുവിതാംകൂറും കൂടെ ചേർന്നാലേ എന്താവത്തുള്ളൂ? ഐക്യ കേരളം സംജാതമാവത്തുള്ളൂ, അല്ലെങ്കിൽ ഐക്യ കേരളം നിലവിൽ വരത്തുള്ളൂ. അപ്പോൾ തിരുവിതാംകൂറിലൊരു ഉത്തരവാദിത്ത ഭരണകൂടം വരിക എന്നുള്ളത് ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യ കേരള സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുഭാവപൂർവമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്ന് ആര് പ്രതീക്ഷിച്ചു? തിരുവിതാംകൂറിലെ നേതൃത്വം, തിരുവിതാംകൂറിലെ കോൺഗ്രസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള നേതാക്കന്മാർ കരുതി. എന്നാൽ 1938 ഹരിപുര സെഷൻ എടുത്ത തീരുമാനം എന്താണ്? ഹരിപുര സെഷൻ ഒരു പ്രധാനപ്പെട്ട
തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അവരെടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഒരു പ്രിൻസിലി സ്റ്റേറ്റിലും റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ആ പ്രിൻസിലി സ്റ്റേറ്റിലെ റോയൽറ്റിയെ സമീപിക്കില്ല. ഓർ എൽസ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ളൊരു വിഷയം തൽക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിഗണനയിൽ ഇല്ല. എവിടെ? ഇന്ത്യയിൽ ഒരു പ്രിൻസിലി സ്റ്റേറ്റിലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നേതാക്കന്മാർ പ്രതീക്ഷിച്ചതുപോലെ, എവിടെ? തിരുവിതാംകൂറിലെ നേതാക്കന്മാർ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നില്ല? റെസ്പോൺസിബിൾ ഗവൺമെൻറ് അജിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇത് ആർക്കൊരു സെറ്റ് ബാക്കായി? തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർക്കൊരു സെറ്റ് ബാക്കായി. തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർക്കൊരു സെറ്റ് ബാക്കായി. ഇത് നടക്കുന്ന 1938-ലാണ്. അതേ 1938-ലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രതിഷേധം എന്നോണം ഒരു പുതിയ രാഷ്ട്രീയ കക്ഷി തിരുവിതാംകൂറിൽ ജന്മം കൊള്ളുന്നത്. അതാണ് ഏത്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പോൾ പറഞ്ഞേ, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഉത്ഭവം എന്താണ്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ജെനിസിസ് ഏതിൽ കിടക്കുകയാണ്? 1938 ഹരിപുര സെഷനിലെ തീരുമാനത്തിൽ കിടക്കുകയാണ്. എന്തിൽ കിടക്കുകയാണ്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള ആവശ്യത്തിൽ കിടക്കുകയാണ്. റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള ഒരു ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തിരുവിതാംകൂറിലെ പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന നടപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലെടുത്തത്. 1938 ഹരിപുര സെഷനിൽ അവർ തീരുമാനിച്ചു, ഒരു പ്രിൻസിലി സ്റ്റേറ്റിലും റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള ആവശ്യം മുൻനിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യാതൊരുവിധ പ്രക്ഷോഭ പരിപാടിക്കും ഒരുങ്ങുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമില്ല. സംഗതി നമ്മൾ ആ 36 തൊട്ട് 47 വരെയുള്ള സർ സി പിയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളുമായിട്ടും റിഫോംസുമായിട്ടും മുന്നോട്ട് പോകുമ്പം അദ്ദേഹത്തിന് അതേപോലെ ചലഞ്ച് നൽകിക്കൊണ്ട് തിരുവിതാംകൂറിൽ എന്തുയർന്നു വന്നു? ഒരു പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ളൊരു ഒരു സമാന്തരമായിട്ടുള്ളൊരു റെസിസ്റ്റൻസും കൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെന്തിൽ കുൾമിനേറ്റ് ചെയ്യുകയാണ്? ഇത് കുൾമിനേറ്റ് ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇത് കുൾമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. സോ അത് പറയുമ്പം നിങ്ങളിപ്പം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വരാനുള്ള കാരണം? എന്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വരാനുള്ള കാരണം? ഹരിപുര സെഷനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വരാനുള്ള കാരണം എന്താണ്? ഹരിപുര സെഷനാണ്. ഹരിപുര സെഷൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വരുന്നത്. അപ്പം ഇവർ തെറ്റാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ളൊരു വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടത്. രൂപം കൊണ്ട വർഷം ഏതാണ്? 1938. ഓക്കെ, ഈ 1938 രൂപം കൊണ്ട നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു എക്സ്ട്രീമിസ്റ്റ് വിങ് ഉണ്ട്. ഓക്കെ, ആ എക്സ്ട്രീമിസ്റ്റ് വിങ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ആ എക്സ്ട്രീമിസ്റ്റ് വിങ്ങിനെ നമുക്ക് തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വിളിക്കാം. എന്താണ്? തിരുവിതാംകൂറിലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സ്ട്രീമിസ്റ്റ് വിങ്ങിനെ വിളിക്കാം. അത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. ആ എക്സ്ട്രീമിസ്റ്റ് വിങ്ങിൻ്റെ പേരാണ് ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗ്. എന്താണ്? ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗ്. ഓൾ ട്രാവൻകൂർ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യനായിട്ട് വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗ്. എന്താണ് ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗിൻ്റെ പ്രസക്തി? തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ഉത്ഭവം നമുക്ക് എവിടോട്ട് ട്രേസ് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗിലേക്ക് ട്രേസ് ചെയ്യാം. ഇത് ശരിക്കും ഫൗണ്ട് ചെയ്തത്, ഇത് വളരെ ഹമ്പിളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 38 നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ 1931 ഈ ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗ് നിലവിൽ വരുന്നത്. 1931 എന്ത് നിലവിൽ വരുന്നത്? ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗ് നിലവിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, അതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന 2 ആൾക്കാർ, ഒന്ന് പൊന്നറ ശ്രീധരൻ എന്ന് പറയുന്നൊരു വ്യക്തിയും, അതുപോലെ തന്നെ കുരുക്കൾ, NP കുരുക്കൾ എന്ന് പറഞ്ഞ 2 വ്യക്തിയാണ്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കാര്യം പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഫൗണ്ടിങ് ലീഡേഴ്സിനെ പറഞ്ഞതേ ഉള്ളൂ. 1931
സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഘടന ഓൾ കേരള ട്രാവങ്കൂർ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. പൊന്നറ ശ്രീധരനും NB കുരുക്കളുമാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ഇവർ ക്രമേണ എന്തിൻ്റെ ഒരു എക്സ്ട്രീമിസ്റ്റ് സെഷനായിട്ട് അങ്ങ് മാറി. 38 ഈ ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വന്നപ്പോൾ ഇവർ, അതായത് ഈ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് അല്ല കേട്ടോ, ഇത് ഓൾ ട്രാവങ്കൂർ യൂത്ത് ലീഗാണ്. ഈ യൂത്ത് ലീഗ് ഈ ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് വിങ് അല്ലെങ്കിൽ ഒരു യൂത്ത് എക്സ്ട്രീമിസ്റ്റ് വിങ് ആയിട്ട് പരിണമിച്ചു. ഓക്കെ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും സർ CP ഈ രണ്ട് സംഘടനകളെയും ബാൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സംഘടനകളെയും ബാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിവിടെ പറയാൻ കാരണം ഈ യൂത്ത് ലീഗിലെ മിക്ക യുവാക്കളും, ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും സോഷ്യലിസ്റ്റ് ഐഡിയോളജീസിൽ വല്ലാതെ ആകൃഷ്ടരായിരുന്നവരാണ്. സോ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ഇടമായിട്ട് നിങ്ങൾ എന്തിനെ കണക്കാക്കിക്കോ, ഈ പൊന്നറ ശ്രീധരനും NB കുരുക്കളും ചേർന്ന് ഫോം ചെയ്ത ഓൾ ട്രാവങ്കൂർ യൂത്ത് ലീഗിനെ കണക്കാക്കാം. 31 വന്നുവെങ്കിലും ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വന്നതോടുകൂടിയാണ് ഇതിനൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി വരുന്നത്. കാരണം ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ യുവാക്കളായിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്ട്രീമിസ്റ്റ് വിങ് ആയിട്ട് ഈ ഓൾ ട്രാവങ്കൂർ യൂത്ത് ലീഗ് മാറുന്നുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് നമ്മളൊന്ന് ട്രേസ് ചെയ്യാണ് കമ്മ്യൂണിസം. കാരണം ഈ കേരളത്തിലെ ഇതര ഭാഗങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വന്നതുപോലല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CP മറ്റേ കോൺഗ്രസ്സിലൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ വന്നതല്ല. തിരുവിതാംകൂർ ഒരു എന്താ പറയണ്ടേ, ഒരു രാജഭരണ മേഖല ആയതുകൊണ്ട് തന്നെ, നാട്ടുരാജ്യം ആയതുകൊണ്ട് തന്നെ ഇവിടെ മലബാറിലെ പോലെ അല്ല രാഷ്ട്രീയ വികാസം ഉണ്ടാവുന്നത്. ഓക്കെ, ഈവൻ ദോ പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചസ് നടന്നിരുന്നുവെങ്കിൽ പോലും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് EMSനെ പോലുള്ളവരെല്ലാം കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത ശേഷം പിന്നീട് സോഷ്യലിസ്റ്റുകളായിട്ട് മാറുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറുകയും ചെയ്തതാണ്. ഇവിടെ അങ്ങനല്ല, തിരുവിതാംകൂറിൽ അങ്ങനല്ല. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇപ്പം 1938 ഉത്തരവാദിത്ത ഭരണം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈവിട്ട സ്ഥിതിക്ക് ഇനി ഇത് ആരേറ്റെടുക്കണം? ഈ ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കണം. എന്ത് ചെയ്യണം? ഉത്തരവാദിത്ത ഭരണം, തിരുവിതാംകൂറിലൊരു ഉത്തരവാദിത്ത ഭരണം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭ പരിപാടികൾ ആരേറ്റെടുക്കാനായിട്ട് ബാധ്യസ്ഥരായി? ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് അതിനായിട്ട് ആവിർഭവിച്ചത്, അവരാണ് എടുക്കേണ്ടത്. അത്തരത്തിൽ ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് എപ്പിസോഡുണ്ട്. പട്ടം താണുപിള്ളയെ പഞ്ചാബ് ഗവർണറായിട്ട് വിടുന്ന സംഭവമൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം. മറ്റന്നാളുമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രസിഡന്റ്, ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ് ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. അപ്പോൾ റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നുള്ള ആവശ്യം ഇപ്പോൾ ശരിക്കും എന്തായി മാറി? ഇപ്പോൾ ശരിക്കും ദിവാനെ നീക്കം ചെയ്യണമെന്നുള്ള രീതിയിലായി, കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് മാറിയെന്ന് ചുരുക്കം. സർ CP എന്ത് ചെയ്യണം? ദിവാൻ സ്ഥാനത്ത് നിന്ന് പിന്മാറണം, ദിവാൻ സ്ഥാനത്ത് നിന്ന് പോകണം. ദിവാൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യണം. എന്താ അബോളിഷ് ചെയ്യണം? ദിവാൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യണം. മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാബിനറ്റോ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയോ അവിടെ എന്ത് ചെയ്യണം? ഭരണനിർവഹണത്തിനായിട്ട് വരണം. ഇതാണ് ഇപ്പോൾ നിലവിൽ TSCയുടെ ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രാജധാനി മാർച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഒരു രാജധാനി മാർച്ച് നടക്കുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് രാജധാനി മാർച്ച് നടക്കുന്നത്? ഏത് ലീഡറാണ് രാജധാനി മാർച്ച്, ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് വേണ്ടി രാജധാനി മാർച്ച് നടത്തുന്ന ലീഡർ ആരാണ്? പുരുഷനാണോ സ്ത്രീയാണോ? എവിടുന്ന് എവിടെ വരെയാണ്? തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെ നടക്കുന്ന ഒരു സമ്മേളനമാണ്, അല്ലെങ്കിൽ ഒരു ജാഥയാണ്, ഒരു മാർച്ചാണ് എന്ത്? ഈ രാജധാനി മാർച്ച് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 1938 തന്നെയാണ് ഈ സംഭവം. 1938 രാജധാനി മാർച്ച് നടക്കുന്നത്. അക്കാമ ചെറിയാനാണ്, വെരി ഗുഡ്, അക്കാമ ചെറിയാനാണ് എന്ത് ചെയ്യുന്നത്? ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ആരാണ്? അക്കാമ ചെറിയാനാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. അക്കാമ ചെറിയാൻ എന്തിൻ്റെ പ്രവർത്തകയാണ്? ഈ TSC ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയാണ് ആര്? അക്കാമ ചെറിയാൻ. സോ അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്ത ഭരണം അല്ലെങ്കിൽ ദിവാനെതിരെയുള്ള പ്രതിഷേധം രാജാവിനെ അറിയിക്കുന്നതിന് വേണ്ടി തമ്പാനൂരിൽ നിന്നും കവടിയാർ വരെ നടന്ന
ഒരു മാർച്ചാണ് രാജധാനി മാർച്ച് എന്നറിയപ്പെടുന്നത്. ഈ രാജധാനി മാർച്ചിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയൊരു മെമ്മറാണ്ടം ദിവാൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരാതികൾ എവിടെ സമർപ്പിക്കുന്നുണ്ട്? ഈ പറയുന്ന റോയൽ കോർട്ടിൽ സമർപ്പിക്കുന്നുണ്ട്. ദിവാൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരാതി ആദ്യം ചെല്ലുന്നത് ആരുടെയിൽ തന്നെ ആയിരിക്കും, ഇവിടെ ദിവാനായിട്ടുള്ള സർ സി പി യുടെയിലായിരിക്കും. കാരണം ഭരണം ആരുടെയില്ല, സർ സി പി യുടെയില്ല. രാജാവുണ്ട് അവിടെ സെറിമോണിയൽ പൊസിഷനിൽ, പക്ഷേ ഭരിക്കുന്നത് ആരാ? സർ സി പി ആണ്. ഈ അക്കാമച്ചെറിയൻ നിവേദനം കൊടുത്തത് അല്ലെങ്കിൽ മെമ്മറാണ്ടം വെച്ചത് ആർക്കാണ്? റോയൽ കോർട്ടിലേക്കാണ്. ഉറപ്പായിട്ടും ഈ പരാതി ആദ്യം കാണാൻ പോകുന്നത് ആര് തന്നെ ആയിരിക്കും? ഈ പരാതി ആദ്യം കാണാൻ പോകുന്നതും സർ സി പി തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർ സി പി യുടെ മേലെ സമ്മർദ്ദം കൂടി വരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ സർ സി പി യുടെ മേലെ സമ്മർദ്ദം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ സർ സി പി എന്താ ചെയ്തത്? സർ സി പി ലുവർ ചെയ്തു. എന്ത് ലുവർ ചെയ്തു? ഇതിൻ്റെ ഇടയ്ക്ക് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഞാൻ സൂചിപ്പിച്ച പോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കംപ്ലീറ്റ് ആയിട്ട് തിരുവിതാംകൂറിൽ ബാൻ ചെയ്തിരുന്നു. യൂത്ത് ലീഗിനെയും ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും ആര് ബാൻ ചെയ്തിരുന്നു? ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിലക്കിയിരുന്നു. മീൻസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സർ സി പി. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചതും കാര്യങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈവിട്ടു. ഇവർ തനിച്ചാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്. മാർച്ചൊക്കെ നടന്നു. മാർച്ചിൽ ഇവർ ശക്തി തെളിയിച്ചു. ഒക്കെ ശരി തന്നെ. അപ്പോൾ സർ സി പി ഇവരെ ലുവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറാണ്ടം പിൻവലിക്കണം. എന്താണ്? മെമ്മറാണ്ടം പിൻവലിച്ചു കഴിഞ്ഞാൽ, രാജാവിന് കൊടുത്ത മെമ്മറാണ്ടം പിൻവലിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ മേലെയുള്ള വിലക്ക് നീക്കാം. ഇതായിരുന്നു എന്ത്? സർ സി പിയുടെ ഓഫർ. ഇവരെന്ത് ചെയ്ത് കാണും? ടി എസ് സിക്കാർ എന്ത് ചെയ്ത് കാണും? തൻ്റെ വിലക്കൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ഈ മണ്ണി കാല് ചവിട്ടിന്ന് ഞങ്ങൾ നിങ്ങളുടെ പുക കാണുന്നവരെ അല്ലെ തന്നെ ഇവിടുന്ന് ഓട്ടിക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കാണും അല്ലേ? എന്തായിരിക്കും ഇവിടെ ചെയ്തേ? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ത് ചെയ്ത് കാണും? സർ സി പിയുടെ ഓഫർ സ്വീകരിച്ച് കാണുമോ, അതോ സർ സി പിയുടെ ഓഫർ എടുത്ത് കീറി കളഞ്ഞു കാണുമോ? പട്ടം താണുപിള്ളയും അക്കാമച്ചെറിയാനും ഒക്കെയാണ് ലീഡേഴ്സായിട്ടുള്ളത്. അവരെന്ത് ചെയ്തു? എനി ഗസ്? ആരും ഇല്ലേ ലൈവിൽ? അന്തസ്സായിട്ട് അഭിമാനത്തോടെ എന്താണ് സർ സി പി രാമസ്വാമി അയ്യരുടെ ഓഫർ നിരസിച്ചോ? ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്തു. എന്ത് ചെയ്തു? സർ സി പിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഞങ്ങളെ തല്ലിക്കൊല്ലല്ലേ, ഞങ്ങൾ മെമ്മറാണ്ടം പിൻവലിച്ചോളാം, ഞങ്ങളുടെ ബാൻ നീക്കി തരണം എന്നുള്ള രീതിയിൽ ഇവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, ഒരു കോംപ്രമൈസിലെത്തി. ഡിക്ലൈൻ ചെയ്തു. ഇറ്റ് അക്സെപ്റ്റഡ്. നാണമില്ലാതെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സി പിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കാരണം അവർക്ക് മനസ്സിലായി ഈ പറയുന്നത് പോലെ 38 ശേഷം ഉണ്ടായ ദീസ് പാർട്ടി മെമ്പേഴ്സ് ഓർ ടോപ്പ് പാർട്ടി ലീഡേഴ്സ് വിൽ ഓൾവേസ് ഗെറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ഇൻ ദ ടോപ്പ് റാങ്ക്സ്. അപ്പോൾ ഇവർക്ക് വേറെ ഓഫർ കിട്ടുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. സോ കാര്യങ്ങളൊക്കെ മാറി വരും എന്നുള്ള വിശ്വാസത്തിൽ അവരെന്ത് ചെയ്തു? സർ സി പിക്ക് വഴങ്ങി മെമ്മറാണ്ടം പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ട് സർ സി പി എന്ത് ചെയ്തു? അതെ വെറുതെ ആവശ്യം കാണിച്ചാണ്. സർ സി പി എന്ത് ചെയ്തു? ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പിന്നീട് കേരള പാർട്ട് ബി സംസ്ഥാനമായിട്ട് ആദ്യമേ തിരുക്കൊച്ചി സംസ്ഥാനം വരുന്ന സമയത്താണെങ്കിൽ ശരി, അതിനുശേഷം 56 തെരഞ്ഞെടുപ്പിന് ശേഷം പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരുമ്പോഴാണെങ്കിൽ ശരി, ഇവർ വലിയൊരു ഒരു മെനക്കേടുണ്ടാക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. മെനക്കേടുണ്ടാക്കുന്ന പാർട്ടിയല്ല, പാർട്ടിയിലെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പട്ടം താണുപിള്ളയൊക്കെ ഒരു വലിയ ശല്യക്കാരനായിട്ട് മാറുന്നുണ്ട്. പട്ടം താണുപിള്ളയുടെ ശല്യം അവർ തീർക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കോൺഗ്രസ് പട്ടം താണുപിള്ളയാണ് മുഖ്യമന്ത്രി. പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കഥയല്ല കേട്ടോ, പിന്നീടുള്ള കഥയാണ്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കഥയാണ്. പട്ടം താണുപിള്ള ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കോൺഗ്രസ്സുകാർക്ക് വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഒരുമാതിരി കിലുക്കത്തിലെ തിലകൻ്റെ സ്വഭാവമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ ശല്യം തീർക്കണം, കൊന്നു കളയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് 2 നേതാക്കന്മാർ ഡൽഹിയിൽ പോയി, ഹൈക്കമാൻഡിനെ കാണാൻ പോയി.
ഹൈക്കമാൻഡിനെ കാണാൻ പോയിട്ട് ഇവർ തിരിച്ചു വന്നപ്പം പട്ടം താണുപിള്ളയെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്താണ്? ഹൈക്കമാൻഡ് ഉത്തരവിട്ടു. എന്താണ്? ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. എന്ത് തീരുമാനിച്ചു? പട്ടം താണുപിള്ള തൊട്ടടുത്ത ദിവസം തൊട്ട് പട്ടം താണുപിള്ളയെ പഞ്ചാബ് ഗവർണറായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ പട്ടം താണുപിള്ളയെ കോൺഗ്രസ്സുകാർ തന്നെ പാക്ക് ചെയ്ത് വിടുന്നുണ്ട് പഞ്ചാബിൽ ഗവർണറായിട്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം താണുപിള്ളയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടി കിടന്ന് അടിപിടിയൊക്കെ കൂടുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് ആയ കഥയാണത്. കേരള കോൺഗ്രസ് ആവുന്ന കഥ. അതിന് ആദ്യം ശല്യമായിട്ട് നിന്നത് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പട്ടം താണുപിള്ള ഭയങ്കര ഈവൻ അയാളുടെ കക്ഷിയിലുള്ളവർക്ക് പോലും ഇയാളെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇയാളൊന്നും ചെയ്യാനും പറ്റത്തില്ല, നല്ല പ്രായമുണ്ട്. അപ്പോൾ ഇയാളെ ശല്യം തീർക്കണം. ശല്യം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ശല്യം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഡൽഹിയിലെ കോൺഗ്രസ് എടുത്ത തീരുമാനമാണ് താണുപിള്ള എന്ത് ചെയ്യാം, താണുപിള്ള ഈ പറയുന്നത് പോലെ നമുക്ക് പഞ്ചാബിലെ ഗവർണറാക്കാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഓക്കെ, പട്ടം താണുപിള്ളയുടെ ശല്യവും തീർന്നു, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ചെയ്തു. MP അല്ല, അദ്ദേഹത്തെ പഞ്ചാബിലെ ഗവർണറായിട്ടാണ് നിശ്ചയിച്ചത്. പഞ്ചാബിൻ്റെ ഗവർണറായിട്ടാണ് നിശ്ചയിച്ചത്. അത് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കേരള ചരിത്രം ഉണ്ടല്ലോ. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള മന്ത്രിസഭകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. പട്ടം താണുപിള്ളയുടെ എപ്പിസോഡും കേരള കോൺഗ്രസിൻ്റെ ഫോർമേഷനും ഒക്കെ അവിടെ നമ്മൾ പഠിക്കും. ഇതൊരു എപ്പിസോഡ്. പിന്നെ ഇന്നലെ ഏതോ ഒരു ന്യൂസ് ചാനലിൽ കേട്ടതാണ്. കോൺഗ്രസ്സുകാർ ചുമ്മാ തമാശയ്ക്ക് ഞാൻ പറയുന്നതായിട്ട് കേട്ടാൽ മതി. എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു കാലഘട്ടം വരെ കോൺഗ്രസ്സിലെ ഏറ്റവും, അതായത് എണീറ്റ് നടക്കുന്നവരെല്ലാം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA MP ഒക്കെ ആവും. ഓക്കെ, അപ്പോൾ വയോധകരായിട്ട് ഓർമ്മ നശിച്ചവരെല്ലാം വൈസ് പ്രസിഡൻറ്റോ ആവും. ഓക്കെ, ഈ പറയുന്നത് പോലെ എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഗവർണർമാരാവും. കുറച്ച് എണീറ്റ് നടക്കാൻ പറ്റുന്ന കളവന്മാരെല്ലാം യുവാക്കൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് MP മാരും MLA മാരും ആവും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞൊരാളുണ്ട്. വലിയ മിടുക്കനാണ്, എല്ലാവരും കുറ്റം പറയുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങേരെ ഇരുന്നൊരു ചാനലിൽ പറഞ്ഞത്. അപ്പോൾ കേട്ടപ്പോൾ അതിൻ്റെ അകത്തൊരു ഫൺ തോന്നി. ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നു. അത് ഈ എപ്പിസോഡുമായിട്ട് ചേർത്ത് നോക്കിയാൽ ശരിയാണ്. ഈ വയസ്സാം കാലത്ത് വന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇയാളെ കൊണ്ട് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇയാളെ ഒഴിവാക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇയാൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്ത്? കോൺഗ്രസ് ഒരു സൊല്യൂഷൻ കണ്ടിക്കൊടുത്ത് എന്താണ്, ആശാനെ പഞ്ചാബ് ഗവർണറാക്കാം. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമാണ് ഞാൻ പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർ CP എടുത്തൊരു തീരുമാനവും മറ്റൊന്ന് സർ CP കൊണ്ടുവന്ന റിഫോമുമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ എന്താ പറയണ്ടേ, ഒരു കൺഫ്രണ്ടേഷനിലോട്ട്, അതായത് പുന്നപ്ര വയലാർ സമരത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു CP അതല്ലെങ്കിൽ ട്രാവൻകൂർ ഗവൺമെൻറ്റും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഒരു ഫൈനൽ കൺഫ്രണ്ടേഷനിലേക്ക് എത്തുന്ന ഒരു സംഭവം ഇതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ കൊണ്ട് കൂടുന്നൊരു കാര്യമല്ല ഈ കാര്യം. ഇനി ആരാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം, അതായത് തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം എവിടെ ലൊക്കേറ്റഡാണ്? തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ആലപ്പുഴ ചേർത്തല ഭാഗത്ത് ലൊക്കേറ്റഡാണ്. ആലപ്പുഴ ജില്ലയുടെ അല്ലെങ്കിൽ ആലപ്പുഴ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്നത്തെ കാലത്തിലെ ഈ കണക്ക് പ്രകാരം ഏതാണ്ട് 100,000-ഓളം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ കള്ളുചെത്ത് തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കയറുവിരിപ്പ് തൊഴിലാളികൾ, പിന്നെ അവിടെ കാർഷിക മേഖലയുണ്ട്. വയലാർ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. പുന്നപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധന മേഖലയാണ്. സോ ഇങ്ങനെ ആലപ്പുഴയിലുള്ളവർക്കറിയാം, ഇങ്ങനെ ഈ എല്ലാ രീതിയിലും, അതായത് ഒരു ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ മാനുഫാക്ചറിങ് ഹബ്ബാണെന്ത് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലാളി വർഗം ധാരാളമായിട്ടുള്ളൊരിടമാണെന്ത് ധാരാളമായിട്ടുള്ളൊരിടമാണ്. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്ക് ധാരാളം വേരോട്ടമുള്ളൊരു പ്രദേശമാണ് ആലപ്പുഴ ചേർത്തല പ്രദേശം. അപ്പോൾ ആലപ്പുഴ ചേർത്തല പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പൊടുന്നനെ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കിയ ഒരു സംഭവം CPയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒന്നല്ല, രണ്ട് സംഭവങ്ങൾ. അതൊന്ന് ഒരു പരിഷ്കാരവും, രണ്ട് CP പറഞ്ഞെന്ന് തെളിവോടുകൂടിയുള്ള അല്ലെ CPയുടെ തീരുമാനം ഇന്നതായിരിക്കുമെന്ന് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, ആദ്യമേ എന്താണ് ആ CP എടുത്ത കമ്മ്യൂണിസ്റ്റുകാരെ, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ചൊടിപ്പിച്ച സംഭവം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് 1947 ഇൻഡിപെൻഡൻസ് ആക്ട്, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, മൗണ്ട് ബാറ്റൻ്റെ ആ ഒരു പദ്ധതിയിൽ പ്രിൻസിലി സ്റ്റേറ്റ്സിനുള്ള ഓപ്ഷൻസ് 3ആണ്. പ്രിൻസിലി സ്റ്റേറ്റുകളുടെ ഓപ്ഷൻ 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം പോവാം,
അതല്ലെങ്കിൽ സ്വതന്ത്ര ഓട്ടോണോമസ് സ്റ്റേറ്റായിട്ട് നിലകൊള്ളാം. അപ്പോൾ ഇതിൽ സർ സി പി എടുക്കാൻ പോകുന്ന തീരുമാനം എല്ലാവർക്കും വ്യക്തമാണ്. സി പി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം എന്താ, സർ സി പിയുടെ തീരുമാനം തിരുവിതാംകൂറിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് ആക്കണമെന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കടേ, സർ സി പിയുടെ പദ്ധതി അനുസരിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് മോദി സീഷെൽസിലും ശ്രീലങ്കയിലും ഒക്കെ പോകുന്നത് പോലെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേനെ. ഇവിടെ അതായത് കൊച്ചിക്ക് മുകളിലോട്ടുള്ളവർ നോക്കണ്ട, തൃശ്ശൂർ പൊന്നാനിക്ക് മുകളിലോട്ടുള്ളവർ നിങ്ങളൊക്കെ മലബാറുകാരാണ്. ഓക്കെ, കൊച്ചിയും തിരുവിതാംകൂറും ചിലപ്പോൾ എന്തായനെ ഒരു രാജ്യമായിട്ട് അങ്ങ് മാറിയനെ. കാരണം തിരുവിതാംകൂർ സർ സി പിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക് ആകുമ്പം കൊച്ചി തീർച്ചയായിട്ടും തിരുവിതാംകൂറുമായിട്ട് ഐക്യപ്പെട്ട് ഒരു തിരുക്കൊച്ചി ഒരു രാജ്യമായിട്ട് മാറിയനെ. മലപ്പുറം, തൃശ്ശൂർ, പൊന്നാനി മുകളിലോട്ടുള്ള മലബാറുകാർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്തായനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയനെ. കാരണം സ്വതന്ത്രമായ പട്ടാളം, നേവി, ഈ പറയുന്നത് പോലെ സ്വതന്ത്ര ബാങ്ക് ഏതാണ്? ട്രാവൻകൂർ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മൾ അറിയപ്പെട്ട സ്വതന്ത്ര ബാങ്ക്, കറൻസി അച്ചടിക്കുന്ന സ്വതന്ത്ര ബാങ്ക്. ഓക്കെ, യൂണിവേഴ്സിറ്റി, ഇതെല്ലാമുള്ള ഒരു പ്രോപ്പർ സംവിധാനം. എന്നിട്ട് എന്താണ്, ഏറ്റവും വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു രാജ്യം. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, തിരുവിതാംകൂറിൻ്റെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോൾഡ് ഡെപ്പോസിറ്റ് എത്രയാണ്? വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു എക്കണോമി, അല്ലെങ്കിൽ നല്ല പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഭൂമി, അഗ്രികൾച്ചറിൽ ഇതുണ്ട്, മത്സ്യബന്ധനമുണ്ട്, എല്ലാം ഉണ്ട്, ഹൈ റേഞ്ച് ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പ്രദേശം കൊച്ചി വരെയുള്ള. ഓക്കെ, അപ്പോൾ ഒരു സെപ്പറേറ്റ് രാജ്യമാകാനാണ് ആരാഗ്രഹിച്ചത്? സെപ്പറേറ്റ് രാജ്യമാകുക, തിരുവിതാംകൂർ രാജാവിനെ അതിൻ്റെ മൊണാർക്കാക്കുക, അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് സർ സി പിക്ക് വരിക. അങ്ങനെ ഒരു ലോകത്തെ ഒരു രാജ്യം, ഒരു പുതിയ ഇൻഡിപെൻഡൻറ്റ് രാജ്യം, ഡീകൊളനൈസേഷൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ പുതിയ രാജ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ റിപ്പബ്ലിക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ആര്? സർ സി പി. അപ്പോൾ സർ സി പിയുടെ ഇത്തരത്തിലുള്ള അഡ്വഞ്ചേഴ്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഇത് നമുക്കറിയാം, മേനോനാണെങ്കിലും നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണെങ്കിലും ബാക്കി എല്ലാ പ്രിൻസിലി സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അറ്റ കൈക്ക് പോലീസ് ആക്ഷൻ നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അവർക്ക് ഒരു പ്രതീക്ഷയില്ലാതിരുന്ന, അവർക്ക് ഒരു ഹോപ്പും ഇല്ലാതിരുന്ന ഒരേ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ട്രാവൻകൂർ ആയിരുന്നു. കാരണം എന്താണ്, സർ സി പിയുടെ രാജ്യം ശക്തമായിരുന്നു, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ശക്തമായിരുന്നു, റിസോഴ്സ് റിച്ച് ആയിരുന്നു. അപ്പോൾ ഏത് യാർഡ് സ്റ്റിക്ക് വെച്ച് നോക്കിയാലും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഒരു സാധ്യതയില്ലാത്ത പ്രിൻസിലി സ്റ്റേറ്റ് ഏതായിരുന്നു? തിരുവിതാംകൂറായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഒരു സാധ്യതയില്ലാത്ത പ്രിൻസിലി സ്റ്റേറ്റ് ഏതായിരുന്നു? പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂറായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഇട്ടുതരാം. അവിടാണ് ഈ പറയുന്ന എല്ലാ ആൾക്കാരും, സർദാർ വല്ലഭായ് പട്ടേലും മറ്റേ സെക്രട്ടറി ആയിരുന്ന, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആരാണ്, സീനിയർ മോസ്റ്റ് IAS ഓഫീസറായിരുന്ന മേനോൻ, എന്ത് മേനോനാടെ, PKK മേനോനോ, അദ്ദേഹമെല്ലാം KCS മണിയോട് കടപ്പെട്ടിരിക്കേണ്ടത്. KCS മണിയോട് കടപ്പെട്ടിരിക്കേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KCS മണിയാണ് ആരെ വെട്ടുന്നത്? KCS മണിയാണ് ഈ കച്ചേരി കണ്ടുകൊണ്ടിരുന്ന സർ സി പിയെ കയറി വെട്ടുന്നത്. ആ കച്ചേരിക്ക് വെട്ട് കിട്ടി അന്നേരമാണ് സി പിക്ക് പേടി തട്ടുന്നത്. അതുവരെ സി പി അനങ്ങിയിട്ടില്ല. സി പി ഒരു കാരണവശാലും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം 46 ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ പ്രകാരം 46 സെപ്റ്റംബറിൽ എന്ത് നിലവിൽ വന്നു? ഇന്ത്യയിൽ ഒരു ഇടക്കാല ഭരണകൂടം വന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കുന്ന കൂട്ടത്തിൽ തിരുവിതാംകൂർ ഒരു പ്രിൻസിലി സ്റ്റേറ്റായിട്ട് തുടരും എന്നുള്ള കാര്യത്തിലാണ് മിക്ക ആൾക്കാരുടെയും, ഇന്ത്യയിലെ ഏതൊരു തലമുതിർന്ന കോൺഗ്രസ്സുകാരനും അതിലൊരു ഹോപ്പുമില്ല ഇവർ ഇന്ത്യൻ യൂണിയനിൽ ചേരും എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഇന്ത്യൻ യൂണിയനിൽ ചേരും എന്നുള്ള കാര്യത്തിൽ എന്തില്ല, ഒരു ഹോപ്പുമില്ല. വി പി മേനോൻ ആ മേനോൻ ഫാമിലിയിൽ ഒരുപാട് പേര് ബ്യൂറോക്രസിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ പിന്നീട് സെക്രട്ടറി പദവിയിലോട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ മൈ പോയിൻ്റ് ഈസ് ദാറ്റ് അങ്ങനായിരുന്നു അവസ്ഥ. അപ്പോൾ അവിടാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടാകുന്നതും അതിൽ പേടിച്ചാണ് സത്യം പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യുന്നത്, പുള്ളി തൻ്റെ ദിവാൻഷിപ്പും കാര്യങ്ങളുമൊക്കെ വിട്ടെറിഞ്ഞ് കേരളത്തിൽ നിന്ന് ഓടിപ്പോകുന്നത്. അങ്ങനാണ് ആ സി പി സ്വന്തം ജീവഭയത്താൽ തിരുവിതാംകൂർ വിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ മദ്രാസിലേക്ക് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനും മേനോനും എന്ത് ചെയ്യാൻ പറ്റുന്നത്, തിരുവിതാംകൂറിനെ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ഒരു ആഡഡ് ഇൻഫർമേഷൻ കൂടെ ഞാൻ തരാം. മുമ്പും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിജാപൂർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ?
സ്റ്റേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനം എന്നല്ലല്ലോ അർത്ഥം. സ്റ്റേറ്റിൻ്റെ ലാർജർ മീനിങ് എന്താണ്? രാജ്യം എന്നല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൻകൂറിൻ്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് എന്നാണ് അർത്ഥം. ട്രാവൻകൂറിൻ്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് എന്നാണ് അർത്ഥം. അതായത് 50കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 47 കഴിഞ്ഞിട്ട് ഈ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് അതിൻ്റെ കരട് ഉണ്ടാക്കിയ സമയത്ത് നമ്മളെടുത്തൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ എടുത്തൊരു തീരുമാനമാണ്, ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അവിടുത്തെ ബാങ്കുകളെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. പക്ഷേ ആ ബാങ്കുകളൊക്കെ സ്വന്തമായിട്ട് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക്സ് ആണ്. ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണെന്ത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക്സിനെ എല്ലാം കൂടെ, ആ രാജ്യത്തിൻ്റെ കറൻസി ഇഷ്യൂ പവറുള്ള സ്റ്റേറ്റ് ബാങ്ക്സിനെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാകും. അതാണ് ഇവഞ്ച്വലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഈ ബാങ്കുകളൊക്കെ ലയിക്കാൻ പോലും കാരണം. സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂർ എന്നുള്ള രാജ്യത്തിൻ്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്ന, അവിടുത്തെ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഓക്കെ, അതാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? ഇപ്പം മെർജ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ ആ മെർജറിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് ബാങ്ക്സിനെ എല്ലാം ഈ പറയുന്നത് പോലെ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യത, ഏറ്റെടുക്കേണ്ടതായിട്ട് ഇന്ത്യൻ യൂണിയന് വന്നു. അപ്പോൾ കുറേ നാൾ ഇത് ഇൻഡിപെൻഡൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അണ്ടർ RBI ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവഞ്ച്വലി നമ്മൾ എടുത്തൊരു തീരുമാനം, അന്ന് തന്നെ തീരുമാനം എടുത്തിരുന്നു, ഈ സ്റ്റേറ്റ് ബാങ്ക്സിനെ എല്ലാം കൂടെ എന്ത് ചെയ്യും? മെർജ് ചെയ്യും എന്നുള്ള കാര്യം. ഓക്കെ, രാഷ്ട്രം എന്നുള്ള അർത്ഥമാണ്. വെരി ഗുഡ്, രാഷ്ട്രം എന്നുള്ള അർത്ഥമാണ്. അപ്പം ഒന്നാമത്തെ തീരുമാനം, കമ്മ്യൂണിസ്റ്റുകാരെ ചൊടിപ്പിച്ച ഒന്നാമത്തെ തീരുമാനം ഇദ്ദേഹം തുടരും എന്നുള്ളതാണ്. എങ്ങനെ തുടരും? ഇദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്ര രാജ്യമായി തിരുവിതാംകൂറിനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഭരണാധികാരിയായിട്ട് തുടരും എന്നുള്ളത് ഇറ്റ് വാസ് സച്ച് എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഫോർ ദ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് ബിലീവേഴ്സ് ഇൻ ദ കൺട്രി, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. ഓക്കെ, അതിന് പുറമെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇദ്ദേഹം 1946 ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. 1946 ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെയാണ് നമ്മൾ അമേരിക്കൻ മോഡൽ എന്ന് വിളിക്കുന്നത്. എന്തെന്ന്? അമേരിക്കൻ മോഡൽ എന്ന് വിളിക്കുന്നത്. സോ അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പം അമേരിക്കൻ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് ഇദ്ദേഹം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. എന്താണ് അമേരിക്കൻ മോഡൽ? അമേരിക്കയുടെ സിസ്റ്റം എന്താണ്? പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അമേരിക്കൻ സിസ്റ്റം എന്താണ്? പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. പ്രസിഡൻഷ്യൽ സിസ്റ്റവും പാർലമെൻ്ററി സിസ്റ്റവും തമ്മിലുള്ള ഒരു ബന്ധം അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ലെജിസ്ലേറ്റേഴ്സ് ആർ റിലേറ്റഡ് ടു എക്സിക്യൂട്ടീവ്സ് എന്നുള്ളതാണ്. ഹൗ ലെജിസ്ലേറ്റേഴ്സ് ആർ റിലേറ്റഡ് ടു എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി നമ്മൾ എടുക്കുന്നില്ല. എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ മന്ത്രിമാരൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. MLAമാരും MP മാരും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്? ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തെയും പാർലമെൻ്ററി സിസ്റ്റത്തെയും നിർവചിച്ചിരിക്കുന്നത് ഏതും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സിസ്റ്റം പ്രസിഡൻഷ്യൽ സിസ്റ്റമാണോ ഒരു സിസ്റ്റം പാർലമെൻ്ററി സിസ്റ്റമാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. എന്താണ് പാർലമെൻ്ററി സിസ്റ്റം? നമുക്കറിയാവുന്നത് പാർലമെൻ്ററി സിസ്റ്റം ആണല്ലോ. കാരണം കേരളത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഭരണമാണെങ്കിലും ശരി കേന്ദ്ര ഭരണമാണെങ്കിലും ശരി നമ്മൾ പിൻപറ്റുന്നത് എന്താണ്? ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കും. ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി ആദ്യം അവർ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? MLAമാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്താണ്? MLAമാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ MLAമാർ ചേർന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത്. അതെങ്ങനെയാണ്? MLAമാർക്ക് ഒരു സഭാകക്ഷി നേതാവ് ഉണ്ടായിരിക്കും. ആ സഭാകക്ഷി നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ ഗവർണറുടെ അടുത്ത് പോയി സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ നിലവിലത്തെ ഗവൺമെൻറ് ഏതാണ്? നിലവിലത്തെ കേരള ഗവൺമെൻറ് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് എന്ന് പറയുമ്പം LDF ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? LDF ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി
ഒന്നാമതായിട്ട് എന്താണ്, അദ്ദേഹം ഒരു MLA ആണ്. ഒന്നാമതായിട്ട് അദ്ദേഹം എന്താണ്, ഒരു MLA ആണ്. അതിനുശേഷമാണ് അദ്ദേഹം സഭാ നേതാവായതും സഭാ നേതാവ് എന്നുള്ള നിലയ്ക്ക് സർക്കാരിനെ നയിക്കുന്ന ചീഫ് മിനിസ്റ്റർ ആയതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരേ സമയം ലെജിസ്ലേറ്ററുമാണ്, ഇദ്ദേഹം ഒരേ സമയം എന്തുമാണ്, ഒരേ സമയം അദ്ദേഹം എക്സിക്യൂട്ടീവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലുള്ള മിനിസ്റ്റേഴ്സിൻ്റെ കേസ് എടുക്കാം. മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ എന്താണ്, MLAമാരാണ്. മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ എന്താണ്, MLAമാരാണ്. സോ അവർ ദേ ഫോം ദ മിനിസ്ട്രി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദ എക്സിക്യൂട്ടീവ് ഈസ് ആക്ച്വലി ഡ്രോൺ ഫ്രം എമംഗ് ദ ലെജിസ്ലേറ്റേഴ്സ്. ഭരണകക്ഷി എം എൽ എമാരിൽ നിന്നും കാർവ് ചെയ്തെടുക്കുന്നതാണെന്ത്, എക്സിക്യൂട്ടീവ് എന്നുള്ളത്. ഭരണകക്ഷിയുണ്ട്, പ്രതിപക്ഷ പാർട്ടികളുമുണ്ട്. ഒരു നിയമസഭയുടെ ഫ്ലോറിൽ ഇപ്പോൾ 140 മണ്ഡലം ഉണ്ടെന്നുണ്ടെങ്കിൽ, 140 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 71 കേവല ഭൂരിപക്ഷം നേടുന്ന കക്ഷിക്ക് എന്ത് രൂപീകരിക്കാം, അധികാരം രൂപീകരിക്കാം. അപ്പോൾ ആദ്യമേ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ആദ്യമേ തിരഞ്ഞെടുക്കുന്നത് MLAമാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. MLAമാരെ തിരഞ്ഞെടുത്ത ശേഷം MLAമാരുടെ എണ്ണം നോക്കുമ്പോൾ ഇപ്പോൾ എത്ര മുന്നണികൾ മത്സരിക്കുന്നുണ്ട്? 3 മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. അതിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മെയ് 4 വോട്ട് എണ്ണുമ്പം LDFന് ഈ പറയുന്നത് പോലെ ഒരു 75 മുതൽ 80 സീറ്റ് വരെ കിട്ടിയെന്ന് വിചാരിക്കുക. എത്രയാണ്? 75 മുതൽ 80 സീറ്റ് വരെ കിട്ടിയെന്ന് വിചാരിക്കുക. മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ, മെയ് 4 വോട്ടെണ്ണല്ലേ, LDFന് എത്രയാണ്? LDFന് ഒരു 75 മുതൽ 80 സീറ്റ് വരെ കിട്ടിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ മുന്നണി, അടുത്ത മുന്നണി UDF, കോൺഗ്രസ് അടങ്ങിയ UDF മുന്നണി, കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങിയ UDF മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി. ഇവർക്ക് ഈ പറയുന്നത് പോലെ 63 മുതൽ 80 എത്രയുടെ ഇതാണ് കക്ഷിനില. ഒന്ന് ആലോചിച്ച്, ഇതാണ് കക്ഷിനില. LDFന് 75 മുതൽ 80 സീറ്റ് വരെ കിട്ടും. ജസ്റ്റ് ഒരു പ്രഡിക്ഷനും കൂടി ഇരിക്കട്ടെ. UDFന് ഒരു 58 തൊട്ട് 63 വരെ സീറ്റ് കിട്ടും. NDAക്ക് ഒരു 2 സീറ്റ് വരെ കിട്ടാം. ഓക്കെ, ഇതിൽ നിന്ന് ആർക്കായിരിക്കും കേവല ഭൂരിപക്ഷം ഇപ്പോൾ ഉള്ള ആർക്കാണ്? LDFനാണ് അല്ലേ? കാരണം അവർക്ക് മിനിമം 75 സീറ്റ് അവിടെ ഉണ്ട്, മാക്സിമം 80 സീറ്റ് വരെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു പ്രവചനം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് കക്ഷി നിലയെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും 75 മുതൽ 80 വരെ MLAമാരുള്ള LDF എന്ത് ചെയ്യൂടെ, ഗവർണറെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ സഭാ നേതാവ് പിണറായി വിജയനാണ്, അദ്ദേഹം 3ാമത്തെ മന്ത്രിസഭ രൂപീകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറയും. അപ്പം ആ സഭാ നേതാവായ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും എന്ത് ചെയ്യും, തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് എക്സിക്യൂട്ടീവായിട്ട് അധികാരമേൽക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ കക്ഷി ഏതാണ്? 63 അല്ലെ 58 മുതൽ 63 വരെ സീറ്റ് കിട്ടിയ UDF ആണെന്ന് വിചാരിക്കുക. അവർക്ക് MLAമാരുണ്ടോയെന്ന് വെച്ചാൽ MLAമാരുണ്ട്, പക്ഷേ അവരെന്തല്ല, അവർ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ല, അവർ MLAമാരാണ്. അതുപോലെ ഭരണപക്ഷത്തിലും MLAമാർ 80 പേരോളം ഉണ്ട്. പക്ഷേ അവരിൽ ഇപ്പോൾ 14 മന്ത്രിമാരും മുഖ്യമന്ത്രി, 15 പേര് മാത്രമേ എക്സിക്യൂട്ടീവ് കാണത്തുള്ളൂ. ബാക്കി 65 പേരെന്തായിരിക്കും? ഭരണപക്ഷ MLAമാരായിരിക്കും. അവരെന്തായിരിക്കും? MLAമാരായിരിക്കും. ഇവർ പ്രതിപക്ഷ MLAമാരായിരിക്കും. NDAക്കോ ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാം, ചിലപ്പം വീണ്ടും സംഭവിച്ചേരാവാം. ഓക്കെ, സോ ഇതാണ് അവസ്ഥ എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. അങ്ങനെ ആണെങ്കിൽ ഈ ലെജിസ്ലേച്ചറിൽ നിന്നൊരു 15 പേരാണ് എന്തായിട്ട് മാറുന്നത്, 15 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 പേരാണ് എന്തായിട്ട് മാറുന്നത്, എക്സിക്യൂട്ടീവായിട്ട് മാറുന്നത്. 15 അല്ലെങ്കിൽ ഒരു 20 പേരെന്തായിട്ട് മാറും, എക്സിക്യൂട്ടീവായിട്ട് മാറും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻ്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും തമ്മിൽ എന്തുകൊണ്ട്? ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് എവിടുന്നാണ്? ലെജിസ്ലേച്ചറിൽ നിന്നാണ്. ലെജിസ്ലേച്ചറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് സദാ ആരുടെ ഒരു കോൺഫിഡൻസ് വിൻ ചെയ്യണം? ഈ പറയുന്ന സഭയിൽ ലെജിസ്ലേച്ചേഴ്സിൻ്റെ കോൺഫിഡൻസ് വിൻ ചെയ്യണം. അപ്പോൾ ലെജിസ്ലേച്ചേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കേണ്ടി വരും. അവിടെ അപ്പോൾ എന്തിന് സ്കോപ്പുണ്ട്?
നോ കോൺഫിഡൻസ് മോഷനൊക്കെ സ്കോപ്പുണ്ട്, അവിശ്വാസ പ്രമേയത്തിനൊക്കെ സ്കോപ്പുണ്ട്. ഇപ്പോൾ വാട്ട് ഇഫ് 80 MLA കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 75 MLA കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. 15 പേര് മന്ത്രിമാരായിട്ടുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ബാക്കി 60 പേര് അല്ലെങ്കിൽ 65 പേരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു 30 പേര് ഭരണത്തിൽ തൃപ്തരല്ല. അവർ ഗ്രൂപ്പായിട്ട് അവർ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 30 പേര് വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇവരുടെ 58-ഉം ആ 30 പേരുടെ അഭാവം കൂടെ ആകുമ്പോൾ എന്താവും ഇവിടെ? ഇവരുടെ 63-ഉം ഈ 30 പേരും 40, തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം അവിടെ വിജയിക്കും. അവിശ്വാസ പ്രമേയം വിജയിച്ചു കഴിഞ്ഞാൽ ആര് താഴെ പോവും? എക്സിക്യൂട്ടീവ്. അപ്പം എക്സിക്യൂട്ടീവ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ കോൺഫിഡൻസ് വേണം ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൽ? എക്സിക്യൂട്ടീവ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ലെജിസ്ലേച്ചറിൻ്റെ കോൺഫിഡൻസ് വേണം. ഇതാണ് പാർലമെൻ്ററി സിസ്റ്റം. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം, കാരണം ഇതെന്തുകൊണ്ടാണ്? അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞൊരു സാധനം, ഇതിന് സമാനമായൊരു സംഗതിയാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്? ഇതല്ല, നമുക്കറിയാവുന്ന ബ്രിട്ടീഷ് പാരമ്പര്യപ്രകാരം നമുക്കറിയാവുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന, ഇന്ത്യക്കാരാവശ്യപ്പെടുന്ന ഒരു രീതി പാർലമെൻ്ററി സിസ്റ്റമാണെന്നിരിക്കെ നമ്മുടെ CP രാമസ്വാമി തിരുവിതാംകൂറിനായിട്ട് പ്രപ്പോസ് ചെയ്ത് എന്താണ്? നമ്മുടെ നാട്ടുകാർക്ക് അധികം കേട്ടുകേൾവിയൊന്നും ഇല്ലാത്ത അമേരിക്കൻ മാതൃകയിലുള്ള ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അമേരിക്കൻ മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്കറിയാം, ട്രംപ് തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പം അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറിമാർ അദ്ദേഹം ലെജിസ്ലേച്ചറിൽ നല്ല ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, മറിച്ചോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വൺ ഫൈൻ ഡേ പ്രസിഡൻറ്റും സെക്രട്ടറിമാരും വന്ന് എന്ത് ചെയ്യുകയാണ്? അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് അബൌട്ട് ദ ലെജിസ്ലേറ്റേഴ്സ് ഇൻ USA? ലെജിസ്ലേച്ചർ ഉണ്ട് അവിടെ, അവർ നിയമനിർമ്മാണത്തിൽ മാത്രം വ്യാപൃതരാകുന്ന ആൾക്കാരാണ്. ദേ ആർ ദെയർ ടു മേക്ക് ദ ലോസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ എന്തില്ല? ഒരു ബന്ധമില്ലാത്ത സിസ്റ്റമാണെന്ത്? പ്രസിഡൻഷ്യൽ സിസ്റ്റം. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ലാത്ത സിസ്റ്റമാണെന്ത്? പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഏറെക്കുറെ ഇത്തരം ഒരു സിസ്റ്റമാണ് CP രാമസ്വാമി അയ്യർ ഭരണപരിഷ്കാരം എന്നുള്ള നിലയ്ക്ക് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്? തിരുവിതാംകൂറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതും ആരെ ചൊടിപ്പിച്ചു? കമ്മ്യൂണിസ്റ്റുകാരെ ചൊടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധരാണ്, അമേരിക്കൻ രീതികളോട് പൊരുത്തപ്പെടാത്തവരാണ്. മാത്രമല്ല ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എല്ലാം ഈ പറയുന്നത് പോലെ ആദ്യത്തെ ആരംഭ ശൂരത്വം കാണിച്ചിട്ട് ഈ പ്രക്ഷോഭ പരിപാടികളിൽ നിന്നൊക്കെ പിന്മാറി CP രാമസ്വാമി അയ്യരുടെ ഓഫർ സ്വീകരിച്ച് തങ്ങളുടെ വിലക്കും മാറ്റി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യ കേരള പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രീമിസ്റ്റായിട്ട് വിപ്ലവകരമായിട്ട് ഇവിടെ ഒരു ഉത്തരവാദിത്ത ഭരണമോ അല്ലെ ദിവാനെ തന്നെ തൂക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്? ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് അനുകൂലമായൊരു സാഹചര്യം വരികയാണ് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ തീരുമാനങ്ങൾ വഴി. അദ്ദേഹം എടുത്ത 2 തീരുമാനങ്ങൾ, ഒന്ന് ഈ റിഫോം നടപ്പിലാക്കാൻ തീരുമാനിച്ചതും, 2 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിയൻ്റെ ഒപ്പമോ പാകിസ്ഥാൻ യൂണിയൻ്റെ ഒപ്പമോ തങ്ങൾ പോകത്തില്ല, ഞാൻ ഇതിനെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറ്റുമെന്ന് പറഞ്ഞതും. സോ ഇതെല്ലാം ആരുടെ കണ്ണിലെ കരടാക്കി? കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടാക്കി ആരെ മാറ്റി? കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായിട്ട് CP രാമസ്വാമി അയ്യർ മാറാൻ കാരണമായി. ഓക്കെ, സോ ഇങ്ങനെ അപ്പം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാക്ട്ലി അമേരിക്കൻ മോഡൽ ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല. അതായത് എക്സിക്യൂട്ടീവിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിർത്തി ലെജിസ്ലേച്ചറിനെ തിരഞ്ഞെടുത്ത് ലെജിസ്ലേച്ചറിൽ നല്ലതൊരു അങ്ങനല്ല. ഏറെക്കുറെ ഇതാണ്. പക്ഷെ ഒരിക്കലും ഇതല്ല. ഒരിക്കലും ഇന്ത്യക്കാരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പാർലമെൻ്ററി സിസ്റ്റം അല്ല അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തത്. നമ്മുടെ ചൈനയിൽ സി ജിൻപിങ് ഒക്കെ ഫോളോ ചെയ്ത പോലെ ഒരു എറ്റേണൽ ദിവാൻഷിപ്പാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിൽ 2 സഭകളാണ് ഉണ്ടായിരുന്നത്, 2 നിയമനിർമ്മാണ സഭകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ശ്രീമൂല അസംബ്ലി, അടുത്തത് കുറച്ചുകൂടെ ഒരു പ്രിവിലേജഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ. ഇങ്ങനെ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ ഒരു പ്രപ്പോസ്ഡായിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത സീറ്റ് ശ്രീമൂല അസംബ്ലിയിൽ 100 സീറ്റും അതുപോലെ തന്നെ ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിലിൽ ഒരു 50 സീറ്റും. അപ്പോൾ മൊത്തം എത്ര സീറ്റാണ്? തിരുവിതാംകൂറിൽ 150 സീറ്റ്. ഈ 150 സീറ്റിലേക്കും നോമിനേഷൻ ഇല്ല. ഇനി ഒരാളെ നോമിനേറ്റ് ചെയ്ത് അവിടോട്ട് കൊണ്ടുവരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡലിൽ 150 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിൽ 100 സീറ്റ് എവിടെയാണ്? ശ്രീമൂല അസംബ്ലിയിലാണ്. 100 സീറ്റ് എവിടെയാണ്?
ശ്രീമൂല അസംബ്ലിയിലാണ്. 50 സീറ്റ് എവിടെയാണ്? 50 സീറ്റ് ശ്രീ ചിത്ര തിരുനാൾ സ്റ്റേറ്റ് കൗൺസിലാണ്. അപ്പോൾ മൊത്തം എത്ര സീറ്റ് വരുന്നുണ്ട്? മൊത്തം 150 സീറ്റ് വരുന്നുണ്ട്. ഈ 150 സീറ്റിലേക്കും എന്ത് നടക്കും? തെരഞ്ഞെടുപ്പ് നടക്കും. 150 സീറ്റിലേക്ക് എന്ത് നടക്കും? തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ തിരുവിതാംകൂറിൻ്റെ 2 കൗൺസിൽസിലേക്കും 2 തിരുവിതാംകൂർ കൗൺസിലിലേക്കും എന്തില്ല? നോ നോമിനേഷൻ. എന്തില്ല? നാമനിർദ്ദേശം ഇല്ല. ആർക്കും ഡയറക്റ്റ് എൻട്രി ഇല്ല. കംപ്ലീറ്റ്ലി എന്തായിരിക്കും? കംപ്ലീറ്റ്ലി വോട്ടിങ്ങിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ 150 സീറ്റിന് വേണ്ടി 150 മണ്ഡലങ്ങൾ വേണ്ടേ? അപ്പോൾ തിരുവിതാംകൂറിന് 150 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് അദ്ദേഹം തിരിച്ചു. തിരുവിതാംകൂറിന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പ്രദേശങ്ങളെ നമ്മൾ ഇന്ന് കാണുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ 150 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിനെ ക്ലാസിഫൈ ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഡീലിമിറ്റേഷൻ നടത്തി. 150 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യാം? അവിടെ മത്സരിക്കാം, അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആർക്ക് പണി കൊടുക്കുകയാണ്? ഇവിടെ ഒരു ഉദയം ചെയ്തു വന്ന ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനൊക്കെ അത് കഴിവുണ്ടെങ്കിൽ, പ്രാപ്തി ഉണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി എവിടെ വരിക? കൗൺസിലിൽ വരിക. ഇതാണ് അദ്ദേഹം. ഹീസ് അറ്റ് ദ സെയിം ടൈം ചലഞ്ചിങ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ട്രാവൻകൂർ. ഓക്കെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങൾ കയറി വാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 150 സീറ്റിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം? 150 സീറ്റിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. എന്താണ്? അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് അല്ല, അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. അഡൾട്ട് ഫ്രാഞ്ചൈസ് കാരണം ഇതെല്ലാം അമേരിക്കൻ മോഡലിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ മോഡലിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 150 സീറ്റുകളിലേക്കും ശ്രീമൂല അസംബ്ലി ആണെങ്കിലും ശ്രീത്ര തിരുനാൾ കൗൺസിലാണെങ്കിലും എല്ലായിടത്തേക്കും ഡയറക്റ്റ് ഇലക്ഷൻ വിത്ത് അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 150 എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടല്ലോ, മെമ്പേഴ്സ് ഓഫ് ദി ശ്രീമൂല അസംബ്ലി ആൻഡ് മെമ്പേഴ്സ് ഓഫ് ശ്രീചിത്ര കൗൺസിൽ. സോ ഇവർ വിൽ റിമെയിൻ ലെജിസ്ലേറ്റേഴ്സ്. ദീസ് പീപ്പിൾ വിൽ റിമെയിൻ ലെജിസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെ ആയി വരുന്നു? അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയും ഈ പറയുന്നത് പോലെ അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് വരുന്ന അവർ സെനറ്റേഴ്സ് അല്ലേ, സെനറ്റേഴ്സ് എന്നല്ലേ വിളിക്കുന്നത്, അവരെന്താണ്? ദേ വിൽ റിമെയിൻ ലെജിസ്ലേറ്റേഴ്സ്. ദേ ഡോണ്ട് ഫോം എനി ഗവൺമെൻറ്. അവർക്ക് മെജോറിറ്റി കണ്ടെത്താനോ, മെജോറിറ്റിക്ക് ഒരു സഭാ നേതാവിനെ കണ്ടെത്താനോ, സഭാ നേതാവ് പോയി മൊണാർക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സെറിമോണിയൽ ഹെഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എലക്റ്റഡ് ഗവർണറുടെ അടുത്തോ പോയിട്ട് എന്താണ് ഈ പറയുന്നത് പോലെ തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നും പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 150 ലെജിസ്ലേറ്റേഴ്സ് എന്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോണം? നിയമനിർമ്മാണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോണം. സോ ആ നിലയ്ക്ക് ദിസ് ഈസ് വെരി മച്ച് ഫോളോയിങ് ഇൻ ലൈൻ വിത്ത് വാട്ട് അമേരിക്കൻ സിസ്റ്റം ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അതായത് ഈ 150 ലെജിസ്ലേറ്റേഴ്സിനെ ഡയറക്റ്റ് ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കുന്നത് വഴി, ഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത് വഴി അവർക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. അവർക്കൊരു മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് സർക്കാരിന് താഴെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള നോ കോൺഫിഡൻസ് അല്ലെ കോൺഫിഡൻസ് മോഷൻ എന്നുള്ള പ്രിവിലേജസ് ഒന്നുമില്ല. മിയർ എന്താണ് അവർ? ദേ ആർ മിയർ ലെജിസ്ലേറ്റേഴ്സ്. അവർ നിയമനിർമ്മാതാക്കൾ മാത്രമാണ്, സാമാജികർ മാത്രമാണ്, നിയമനിർമ്മാണമാണ് അവരുടെ തൊഴിൽ. അപ്പം എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഭരണസമിതി? അവർ മുന്നോട്ട് വെക്കുന്ന ഭരണസമിതി എന്താണ്? എങ്ങനെയാണ് അപ്പോൾ ഭരണം നമ്മൾ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസിയിൽ കാണുന്ന പോലെ ക്യാബിനറ്റ് മിനിസ്ട്രി അല്ല അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മറിച്ച് കമ്മിറ്റി ബേസ്ഡ് അപ്രോച്ചാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്താണ്? കമ്മിറ്റീസാണ് അദ്ദേഹം. അതായത് അമേരിക്കയിൽ സെക്രട്ടറീസാണ് ഭരിക്കുന്നത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുകളാണ് അല്ലേ, ഓരോ സെക്രട്ടറീസാണ്. അതുപോലെ അദ്ദേഹം ഇവിടെ എന്താണ്? കമ്മിറ്റി ബേസ്ഡ് അപ്രോച്ചാണ് വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡലിൽ എന്തില്ല? മന്ത്രിസ്ഥാനങ്ങളോ ക്യാബിനറ്റോ ഒന്നുമില്ല. ക്യാബിനറ്റില്ല, അതുകൊണ്ട് തന്നെ മന്ത്രിമാരും ഇല്ല. മറിച്ചോ ഓരോ വിഷയങ്ങൾ, സബ്ജക്റ്റ്, ഇപ്പോൾ എന്താണ്? പോലീസ്, ലോ ആൻഡ് ഓർഡർ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, പൊതുമരാമത്ത് ജോലികൾ അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിവിധ എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇതെല്ലാം കമ്മിറ്റീസാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തുന്നത്. അങ്ങനെ എത്ര കമ്മിറ്റീസാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്? 6 കമ്മിറ്റീസാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇല്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡലിൽ നിന്ന് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അമേരിക്കൻ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നോ? 150 നിയമസഭാ സാമാജികരെ ശ്രീമൂല അസംബ്ലിയിലേക്ക് 100ഉം അതുപോലെ തന്നെ ശ്രീചിത്ര കൗൺസിലിലേക്ക് 50 എന്നുള്ള നിലയ്ക്ക് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും. പക്ഷേ കാര്യമില്ല, കുരുവില്ലാത്ത മുന്തിരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറും
ലെജിസ്ലേറ്റേഴ്സായിട്ടേ നിൽക്കത്തുള്ളൂ. ഇവർക്കൊരു ഭരണകൂടം അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള മാൻഡേറ്റ് ഇല്ല. ഏതിലെ പോലെ പാർലമെൻ്ററി ഡെമോക്രസിയിലെ പോലെ ഇവരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടി അവിടെ എന്ത് ചെയ്യത്തില്ല, തിരുവിതാംകൂറിൽ സർക്കാരൊന്നും രൂപീകരിക്കാൻ പോകുന്നില്ല. ഇവർ പാർട്ടി അടിസ്ഥാനത്തിൽ തന്നെ മത്സരിച്ചോട്ടെ, ഇവർ ജയിച്ചോട്ടെ, വന്നു കഴിഞ്ഞാൽ അവരെന്തായിട്ടിരുന്നോണം, MLA-മാരായിട്ടിരുന്നോണം, അല്ലെങ്കിൽ നിയമനിർമ്മാതാക്കളായിട്ട് നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലെജിസ്ലേറ്റേഴ്സ് ആയിട്ടിരുന്നോണം. ദേ ഡോണ്ട് ഹാവ് എനി ഗവൺമെൻറ് ഫോമിംഗ് പവേഴ്സ്. ഗവൺമെൻറ് ഫോമിംഗ് പവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, പാർലമെൻ്ററി സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാവാൻ പോകുന്നത് സോ കോൾഡ് എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് അറ്റ് ഓൾ റെസ്പോൺസിബിൾ ടുവേർഡ്സ് ദീസ് ലെജിസ്ലേറ്റേഴ്സ്. ലെജിസ്ലേറ്റേഴ്സുമായിട്ട് അവർക്ക് എന്തില്ല, യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അമേരിക്കൻ മോഡലിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇദ്ദേഹം ഫോം ചെയ്തത് എന്താണ്, ഇദ്ദേഹം മിനിസ്ട്രി അല്ല ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, കമ്മിറ്റിയാണ് ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ ലാ ആൻഡ് ഓർഡർ, ഫോർ ഫിനാൻസ്, ഫോർ അഗ്രികൾച്ചർ, ഫോർ എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ ആയിട്ട് അദ്ദേഹം എന്താ, ഫോർ പൊതുമരാമത്ത് വർക്ക്, ഇങ്ങനെ 6 കമ്മിറ്റീസാണ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മിനിസ്ട്രി. മിനിസ്ട്രിക്ക് പകരം എന്താണ്, 6 കമ്മിറ്റീസാണ്. ഇനി എന്താണ് അയാളുടെ പൊസിഷൻ, അങ്ങേര് തിരഞ്ഞെടുക്കപ്പെടുന്നതുമില്ല, അയാൾ പുറത്താക്കപ്പെടുന്നതുമില്ല. ഇതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡലിൻ്റെ വ്യത്യാസം. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കണം, ഇവിടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നൊന്നുമില്ല. ഇവിടെ 6 കമ്മിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, 150 ലെജിസ്ലേറ്റേഴ്സും ഉണ്ട്. അണ്ണൻ ആരാണ്, അണ്ണൻ അവരുടെ ഈ പറയുന്ന ആളുകളുടെ എന്താ പറയണ്ടേ, തലതൊട്ടപ്പൻ, അല്ലെങ്കിൽ എന്താണ്, അണ്ണനെ ഉദ്ദേശിച്ച CP രാമസ്വാമി അങ്ങേര് ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ, അതായത് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് ദിവാനായിരിക്കും. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ദിവാനായിരിക്കും. ദിവാനെ എന്ത് ചെയ്യണ്ട, ദിവാനെ എലക്ട് ചെയ്യേണ്ട, ദിവാൻ ഓൾറെഡി അവിടെ ഉണ്ട്. ദിവാനെ തീരുമാനിക്കുന്ന ആരാണ്, ദിവാൻ്റെ തീരുമാനം ജനാധിപത്യമല്ല, അത് തീരുമാനിക്കുന്നത് ആരാ, മഹാരാജാവ് തീരുമാനിക്കുന്നത്. ഓക്കെ. ആൻഡ് ദിവാൻ്റെ പോസ്റ്റ് എന്താണ്, ദിവാൻ്റെ പോസ്റ്റ് നോൺ റിമൂവബിൾ ആണ്. ദിവാൻ്റെ പോസ്റ്റ് എന്താണ്, നോൺ റിമൂവബിൾ പെർമനൻറ്റ് പോസ്റ്റാണ്. നോൺ റിമൂവബിൾ പെർമനൻറ്റ് പോസ്റ്റാണ്. ഇനി ഈ കമ്മിറ്റിയിലേക്ക് വേണമെങ്കിൽ 150 ലെജിസ്ലേറ്റേഴ്സിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരെയിലേക്ക് കമ്മിറ്റികളിലേക്ക് എടുക്കാം, രാഷ്ട്രീയ പ്രാവീണ്യമുള്ളവരെ എടുക്കാം എന്ന് കരുതി ലെജിസ്ലേറ്റേഴ്സിനെ എക്സിക്യൂട്ടീവിലോട്ട് ഡ്രോൺ ചെയ്തെന്നൊന്നും കരുതരുത്. ഒറിജിനൽ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ലെജിസ്ലേറ്റീവ്സിനെ എക്സിക്യൂട്ടീവിലോട്ട് ഡ്രോൺ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഫോമിംഗ് പവേഴ്സോട് കൂടിയാണ്. ഇതങ്ങനൊന്നുമല്ല. ഇത് ഈ 150 പേരിൽ ഇതൊരു ചോദ്യമായിട്ട് വന്നപ്പം അതിനുള്ള മറുപടി ഇതാണ്, 150 പേരിൽ നിന്ന് കഴിവും പ്രാപ്തിയുള്ളവരെ നമ്മൾ കമ്മിറ്റിയിലോട്ടൊക്കെ എടുക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം പാർലമെൻ്ററി ഡെമോക്രസിയിലെ പോലെ ദ എക്സിക്യൂട്ടീവ്സ് ആർ ഡ്രോൺ ഫ്രം ലെജിസ്ലേച്ചർ എന്നുള്ളതല്ല, ഹാൻഡ് പിക്ക് ചെയ്യുന്നത്. അവർക്ക് മറ്റധികാരമോ ഈ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഈ കമ്മിറ്റി നോട്ട് അറ്റ് ഓൾ റെസ്പോൺസിബിൾ ടുവേർഡ്സ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അത് എന്തായടേ എന്ന് പറഞ്ഞാൽ അത് പ്രസിഡൻഷ്യൽ മോഡലായി. വിത്ത് ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ദ പ്രസിഡന്റ് ഓർ ദ സോ കോൾഡ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് നോട്ട് അറ്റ് ഓൾ എലക്റ്റഡ്. അദ്ദേഹം ആരാണ്, അദ്ദേഹം ഓൾറെഡി ഉണ്ട് അവിടെ. അതാരാ, അത് CP രാമസ്വാമി അയ്യര. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം വഴി അയാളുടെ പൊസിഷൻ ഒന്നും കൂടെ എന്ത് ചെയ്തു, അരക്കിട്ട് ഉറപ്പിച്ചു. അയാളുടെ പൊസിഷൻ എന്താണ്, ചോദ്യം ചെയ്യാൻ പറ്റാത്ത, അല്ലേ, തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത നോൺ റിമൂവബിൾ പവർ ഹൗസായിട്ട് ആര് മാറി, പെർമനൻറ്റ് പൊസിഷനായിട്ട് ആര് മാറി, ദിവാൻ മാറി. ഇതാണ് ദിവാൻ CP രാമസ്വാമി അയ്യർ കൊണ്ടുവന്ന പ്രസിഡൻഷ്യൽ സിസ്റ്റം. കിങ്ങിൻ്റെ റോൾ എന്താണ്, കിങ്ങാണ് രാജാവ്, മഹാരാജാവ്, ഭരണം ഇവരാ നടത്തുന്നത്. എത്ര നാളായിട്ട് അങ്ങനെയാണ്. ദിവാൻ വന്നതോടുകൂടി തന്നെ കിങ് നേരിട്ട് ഭരിക്കുന്ന രീതി മാറി. ദിവാൻഷിപ്പ് വന്നതോടുകൂടി തന്നെ വരുന്ന ദിവാൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും അവിടുത്തെ. CP രാമസ്വാമി അയ്യർ ഒരു പക്ക പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് പോലീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈവൻ അവിടെ റോയൽ ട്രാവൻകൂർ മിലിറ്ററി ഉണ്ട്, നേവി ഉണ്ട്, പോലീസും ഉണ്ട്. ഇത് മൂന്നും ഭരിക്കുന്ന ആരാ, CP രാമസ്വാമി അയ്യരാണ്. കിങ്ങിൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് സെറിമോണിയൽ ഹെഡാണ്. കിങ് എന്താണ്, സെറിമോണിയൽ ഹെഡാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഏതുപോലെ മൊണാർക്കിൽ അങ്ങനെയല്ലേ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഉണ്ട്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും ഉണ്ട്. ഇന്ത്യയിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഉണ്ട്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും ഉണ്ട്. രാഷ്ട്രപതി ഹെഡ് ഓഫ് ദ സ്റ്റേറ്റാണ്, പ്രധാനമന്ത്രി ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. അതുപോലെ ഇവിടെയും ഡ്യുവൽ പൊസിഷനാണ്. ദിവാൻ ആയിരിക്കും എന്ത്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, കിങ് ആയിരിക്കും എന്ത്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ക്ലിയർ ആണോ ഷാഹിദെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ വലിയ പ്രശ്നത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും നയിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാം, ഈ 1946 സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസത്തിലാണ് ഈ പുന്നപ്ര വയലാർ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 28 വരെ നീണ്ടു നിന്ന
പോലീസ് ആൻഡ് മിലിറ്ററി ആക്ഷനാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. പുന്നപ്ര വയലാറിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 3 ഭാഗവും അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ലാൻഡ് ഓപ്പണിംഗ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ വെടിവെപ്പ് നടക്കുന്നത് 24-ാം തീയതി പുന്നപ്രയിലാണ് വെടിവെപ്പ് നടക്കുന്നത്. അന്ന് ഏകദേശം ഔദ്യോഗിക കണക്ക് പ്രകാരം 100ഓളം ആൾക്കാർ, 100ഒന്നുമല്ല 100-300 ആൾക്കാർ വെടിയേറ്റ് മരിച്ചു. പുന്നപ്രയിലാണ് ആദ്യത്തെ വെടിവെപ്പ് നടക്കുന്നത് ഒക്ടോബർ 24-ന്. ഓക്കെ, അന്ന് ഈ പുന്നപ്രയിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലീസിൻ്റെയും തോക്ക് തിരിച്ചു വാങ്ങി ഈ പോലീസുകാരെ വെടിവെക്കുന്നതിൽ ഒരു ഇൻസ്പെക്ടർ കൊല്ലപ്പെടുന്നുണ്ട്. കുറേ ട്രാവൻകൂർ മിലിറ്ററിയിലെ കുറേ പട്ടാളക്കാരും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട്. സോ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘട്ടനത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം അതിനു മുമ്പ് ഇതിൻ്റെയൊക്കെ ഒരു ടിപ്പിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആലപ്പുഴ ചേർത്തല മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ, ആലപ്പുഴ ചേർത്തല മേഖല ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. വിവിധ തൊഴിലുകൾ ചെയ്യുന്ന മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുന്നപ്ര ഭാഗത്ത് ഫിഷർമാനുണ്ട്, പുന്നപ്ര ഭാഗത്ത് മത്സ്യബന്ധനമാണ്, ആലപ്പുഴയിലും ചേർത്തലയിലും ഒക്കെ കയറുണ്ട്, കള്ള് ചെത്തുകാരായിട്ടുള്ള തൊഴിലാളികളുണ്ട്, ബീഡി തൊഴിലാളികളുണ്ട്. ഇനി വയലാർ ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക തൊഴിലാളികളാണ്. ജന്മി കുടിയാൻ വ്യവസ്ഥയാണ്. ഈ കുടിയാന്മാരായിട്ടുള്ള ജന്മികളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ ഏറ്റവും ഒരു വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു ജന്മിത്ത വ്യവസ്ഥയുടെ കീഴിൽ പൊറുതിമുട്ടി നിൽക്കുന്ന കർഷകരാണ് അവിടുത്തെ കുടിയാന്മാരെന്ന് പറയുന്നത്. വിത്ത് പ്രാക്ടിക്കലി നോ റൈറ്റ്സ്, നോ ലാൻഡ് റൈറ്റ്സ്, നോ ഒക്കുപ്പേഷൻ റൈറ്റ്സ്, നത്തിങ്. ഓക്കെ, സോ ഇവർ 1-2 ഹർത്താലുകളൊക്കെ നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ ഈ ദിവാൻ്റെ ഭരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടും അവിടെ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ, കാരണം ബീഡി തൊഴിലാളികൾക്കൊരു ട്രേഡ് യൂണിയനുണ്ട്, കള്ളുകത്തുകാർക്കൊരു ട്രേഡ് യൂണിയനുണ്ട്, അതുപോലെ തന്നെ കർഷകർക്കൊരു ട്രേഡ് യൂണിയനുണ്ട്, മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കൊരു ട്രേഡ് യൂണിയനുണ്ട്, കയറുപിരിവ് തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുണ്ട്. അപ്പം ഇതെല്ലാം ഇടതുപക്ഷ ട്രേഡ് യൂണിയനാണ്. ഒരു ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ട്രേഡ് യൂണിയൻ സ്ട്രഗിൾ ആയതുകൊണ്ടാണ് ആലപ്പുഴയിലെ സമരത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്ലാസ് സ്ട്രഗിൾ എന്ന് വിളിക്കുന്നത്. ഒക്കുപ്പേഷൻ ക്ലാസസ് ഓഫ് ഒക്കുപ്പേഷൻ, അവരുടെ വൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള വിവിധ ക്ലാസ്സിൽ പെടുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, മാനുഫാക്ചറേഴ്സ്, ലേബറേഴ്സ്, ലാൻഡ്ലെസ് ലേബറേഴ്സ്, കർഷകർ, മത്സ്യബന്ധനം, ബീഡി തൊഴിലാളികൾ, കള്ളുചെത്ത് തൊഴിലാളികൾ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതൊരു ക്ലാസ് സ്ട്രഗിളാണ്. ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഗ സമരമാണ്. വർഗസമരത്തിൻ്റെ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിലൊരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ എക്കണോമിക് ചൂഷണങ്ങൾ തീർച്ചയായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് വർഗസമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല CPയുടെ പോലീസ് ആണെങ്കിലും CPയുടെ പട്ടാളമാണെങ്കിലും ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റുകളെയും ഇവിടുത്തെ ജന്മിമാരെ എല്ലാം സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ ഇവഞ്ച്വലി CP എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയനുകളുടെ എല്ലാം പൊതുശത്രുവായിട്ട് മാറി. മാത്രമല്ല അതിന് പുറമെയാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ള പ്രസ്താവനയെല്ലാം വരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് CPയുടെ എഗെയിൻസ്റ്റ് ആയിട്ടും ആലപ്പുഴയിലെ ജന്മികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ചേർത്തലയിലും പുന്നപ്രയിലും ആലപ്പുഴയിലും വയലാറിലും സമരങ്ങളും നിരന്തരമായ സ്ട്രൈക്കുകളും വരികയാണ്. അതുകൊണ്ട് തന്നെ സദാ ഇവിടെ CP ആരെ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടിൻജൻസ് ഓഫ് പോലീസ് ഫോഴ്സിനെ സ്റ്റേഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒക്ടോബർ 1946 ആലപ്പുഴ ടൗണിലും അതുപോലെ തന്നെ പുന്നപ്ര വയലാർ ഗ്രാമപ്രദേശങ്ങളിലും എന്ത് സംഭവിക്കുന്നു, ഈ പോലീസുകാരും ഇവരും തമ്മിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. കല്ലേറും കാര്യങ്ങളും ഈ പോലീസ് സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മെയ്ഡ് പ്രിപ്പറേഷൻ ഫോർ എ ജനറൽ സ്ട്രൈക്ക് ഓൺ ഒക്ടോബർ 22 ആലപ്പുഴ മൊത്തത്തിലൊരു ജനറൽ സ്ട്രൈക്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണത് ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട എല്ലാ സംഘടനകളുടെ, എല്ലാ ട്രേഡ് യൂണിയനുകളുടെ ഒരു സംയുക്ത രൂപമാണ് എന്തെന്നങ്ങ് കരുതുക. ഈ ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നങ്ങ് മനസ്സിലാക്കുക. ഇവർ സംയുക്തമായിട്ടൊരു ഹർത്താലിന് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആ സ്ട്രൈക്ക് 22-ാം തീയതി നടക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോഡുകളില്ല, അവിടുത്തെ ഗതാഗതം എന്ന് പറഞ്ഞാൽ ജലഗതാഗതമാണ്. ആ ജലഗതാഗതം സ്തംഭിപ്പിക്കാൻ
ഈ ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട്. ഇതെന്നാ സംഭവിക്കുന്നത്? ഇത് ഒക്ടോബർ 22-നാണ്. നമ്മുടെ വെടിവെപ്പൊക്കെ തുടങ്ങുന്നത് എന്നാണ്? ഒക്ടോബർ 24-നാണ്. അതിന് 2 ദിവസം മുമ്പ് ഈ തൊഴിലാളി സംഘടനകൾ ആലപ്പുഴയിൽ അനുബന്ധ ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് തെളിയിച്ചു? 22-ാം തീയതി ശക്തി തെളിയിച്ചു. 22-ാം തീയതി ശക്തി തെളിയിച്ചു. CPയുടെ പോലീസും അടങ്ങിയിരിക്കുമോ? CPM പോലീസും അടങ്ങിയിരിക്കത്തില്ല. 22-ാം തീയതി ശക്തി തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് 24-ന് എ ഹ്യൂജ് ജാഥ ഓഫ് വർക്കേഴ്സ് മൂവ്ഡ് ഫ്രം ആലപ്പി ടു പുന്നപ്ര. ഓക്കെ, ആലപ്പുഴയിൽ നിന്നും ഒരു വലിയ ജാഥ കാൽനടയായിട്ട് പുന്നപ്ര. കാരണം പുന്നപ്രയിലാണ് ഏറ്റവും കൂടുതൽ പോലീസ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? പോലീസ് ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പോകുന്ന മനുഷ്യർ ഒരിക്കലും ചിന്തിച്ചില്ല, നിരായുധരായിട്ട് പുന്നപ്രയിലേക്ക് സമരം ചെയ്യുമ്പോൾ അവിടെ പോലീസുകാർ തങ്ങൾക്കെതിരെ നിറയൊഴിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നില്ല? ഈ കർഷകർക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികൾക്കുണ്ടായി. കർഷകർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അങ്ങനെ പുന്നപ്രയിലോട്ട് ചെല്ലുന്നു. ഓക്കെ, പക്ഷേ പോലീസ് എന്ത് ചെയ്യുന്നതേ? പോലീസ് ഇവരെ നേരിടുന്നത് തോക്ക് വെച്ചിട്ടാണ്. എന്താണ്? മോട്ടോറൈസ്ഡ് ഗൺസ്, മെഷീൻ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവരെ വെടിവെക്കുന്നത്. അപ്പം പുന്നപ്രയിലെ സമരം ഒരു പിച്ച്ഡ് ബാറ്റിൽ ഫീൽഡായിട്ട് അത് മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വർക്കേഴ്സും പുന്നപ്രയിലെ പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. ഏതാണ്ട് 200ഓളം ആൾക്കാർ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്, വെടിയേറ്റ് വീഴുന്നുണ്ട്. ഇതിനിടയ്ക്ക് പോലീസിൻ്റെ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ച് നിറയൊഴിച്ച് ഒരു പോലീസ് ഇൻസ്പെക്ടറും കുറച്ച് പട്ടാളക്കാരും കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഒരു വലിയ 200 പേർ ഒരൊറ്റ ദിവസം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച്. അത് വെടിവെപ്പിലൂടെ, അതായത് 2ാം ലോക മഹായുദ്ധമൊക്കെ ലോകത്ത് നടക്കുന്ന സമയത്ത് 46-ൽ കേരളം പോലൊരു ഒരു ഗ്രാമപ്രദേശം അല്ലേ, പുന്നപ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് വളരെ വലിയൊരു പോലീസ് ട്രാക്ക് ഡൗൺ, അൺഇമാജിനബിൾ സിറ്റുവേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് സമരം ചെയ്യുന്ന സഖാക്കന്മാരെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിരായുധരായിട്ടുള്ള പ്രക്ഷോഭകാരികളെ പോലീസ് ആയുധം വെച്ച് നേരിടുകയും 200 പേരെ ഒരു മണിക്കൂറിനുള്ളിൽ വെടിവെച്ച് കൊന്നു തെള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപാരലൽ സിറ്റുവേഷനാണ് അല്ലേ. അപ്പോൾ പുന്നപ്ര ഇൻസിഡൻറ്റ് ഇൻഫ്ലെയിംഡ് ദ പാഷൻസ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ വികാരത്തെ എന്ത് ചെയ്തു? ആളിക്കത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട 1-2 പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. എഴുതി വെച്ചു. ആരെയാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ലീഡറാണ് വയലാർ സ്റ്റാലിൻ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഹു ഈസ് നോൺ ആസ് വയലാർ സ്റ്റാലിൻ? എഴുതിക്കോ. CK കുമാരപ്പണിക്കർ. CK കുമാരപ്പണിക്കറാണത് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. CK കുമാരപ്പണിക്കർ, വയലാർ സ്റ്റാലിൻ. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് പിന്നാമ്പുറ കഥകൾ പറയാനുണ്ട്. ഈ MSP മലബാർ സ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് റിട്ടയറായ ആളുകളും അതുപോലെ തന്നെ എക്സ് സർവീസ്മാനും എല്ലാം ചേർന്നിട്ട് ഈ പ്രക്ഷോഭകാരികളെയും ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഒരു ഭാഗം കൂടി നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ വയലാർ സ്റ്റാലിൻ ഈ പുന്നപ്ര വയലാർ സമരത്തിൽ എമർജ് ചെയ്ത് വന്ന ഒരു ലീഡറാണ്. ഏറ്റവും കരിസ്മാറ്റിക് ലീഡർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് CK കുമാരപ്പണിക്കർ എന്നാണ്. അദ്ദേഹത്തെ വയലാറിലെ സ്റ്റാലിൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? വയലാറിലെ സ്റ്റാലിൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നുള്ളത് വാസ് വെരി മച്ച് ഇൻ ദ എയർ. കാരണം ഫസ്റ്റ് ദിവസം തന്നെ 100-200 പേര് 24-ാം തീയതി വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അനുനയ നീക്കം നടക്കുന്നുണ്ട്. 24-ാം തീയതി സംഭവത്തിന് ശേഷം R. ശങ്കർ, നമുക്കറിയാം പിന്നീട് കേരള ചീഫ് മിനിസ്റ്ററൊക്കെ ആവുന്ന R. ശങ്കർ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് CP രാമസ്വാമി അയ്യരുടെ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം ചെയ്തതെന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചിട്ട് ഈ ഈ പ്രക്ഷോഭകാരികളുടെ ട്രെയിനിങ് ക്യാമ്പുകൾ മൊത്തത്തിൽ നിർവീര്യമാക്കണമെന്നും അവരുടെ അടുത്ത് സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ചർച്ചയാകാമെന്നും ഒരു പ്രപ്പോസൽ CP രാമസ്വാമിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ R. ശങ്കർ കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചർച്ച അലസിക്കഴിഞ്ഞാൽ CP രാമസ്വാമി അയ്യർ പറഞ്ഞിരിക്കുന്ന കാര്യം അയൺ ഫിസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എടുക്കും എന്നുള്ളതാണ്. അതായത് 200-ൽ നിർത്തില്ല, ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരാളെ പോലും അവശേഷിപ്പിക്കാതെ അവരെല്ലാം എന്ത് ചെയ്യും? കൊന്നു തള്ളും എന്നുള്ളതാണെന്ത് CP രാമസ്വാമി അയ്യരുടെ പൊസിഷൻ. സോ ഈ പൊസിഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി R. ശങ്കർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കാണുന്നു. ബട്ട് ദിസ് മീറ്റിംഗ് US മീറ്റിംഗ് പോലെ ദിസ് മീറ്റിംഗ് ഫെയിൽ ടു അച്ചീവ് എനി പോസിറ്റീവ് റിസൾട്ട്. ഈ മീറ്റിംഗ് എന്താവുന്നില്ല? ഈ മീറ്റിംഗ് വിജയിക്കുന്നില്ല. ചർച്ച അലസുന്നു. ഒക്ടോബർ 25 തൊട്ടടുത്ത ദിവസം
ട്രാവൻകൂർ ഗവൺമെൻറ് ഡിക്ലെയർഡ് മാർഷ്യൽ ലോ ഇൻ ആലപ്പി ആൻഡ് ചേർത്തല. ആലപ്പുഴയിലും ചേർത്തലയിലും പട്ടാള ഭരണം ഏർപ്പെടുത്തി. മാർഷ്യൽ ലോ നമ്മൾ ഇന്നലെ പോളിറ്റിയുടെ ക്വസ്റ്റ്യനിൽ കണ്ടു. സ്വതന്ത്ര ഇന്ത്യയിലെ മാർഷ്യൽ ലോയെ പറ്റി കണ്ടു, ആർട്ടിക്കിൾ 34 വെച്ചിട്ട്. ഓക്കെ, മാർഷ്യൽ ലോ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല, പക്ഷേ മാർഷ്യൽ ലോ നിലനിൽക്കുന്ന സമയത്ത് എമർജൻസിക്ക് സമാന്തരമായിട്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ലിമിറ്റേഷൻസ് വരും എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം ഒക്ടോബർ 25 ആലപ്പുഴയിലും ചേർത്തലയിലും സർ CP രാമസ്വാമി അയ്യർ എന്ത് പ്രഖ്യാപിക്കുന്നു? മാർഷ്യൽ ലോ പ്രഖ്യാപിക്കുകയാണ്. മാർഷ്യൽ ലോ പ്രഖ്യാപിക്കുകയാണ്. തീർന്നില്ല, പോലീസ് ക്രാക്ക് ഡൗണിന്, അതായത് പോലീസ് നടപടിക്ക് CP രാമസ്വാമി അയ്യർ നേരിട്ട് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ CP രാമസ്വാമി അയ്യർ ഹിംസെൽഫ് ടുക്ക് ഓവർ ദ സുപ്രീം കമാൻഡ് ഓഫ് പോലീസ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അയാൾ രണ്ടും നമ്മൾ പറയത്തില്ലേ, തുനിഞ്ഞിറങ്ങിയിരിക്കുക എന്ന് പറയത്തില്ലേ, അയാൾ രണ്ടും നിശ്ചയിച്ചിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഇവരെ മൊത്തവും ഈ പറയുന്ന പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്രാക്ക് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. മാർഷ്യൽ ലോ പ്രഖ്യാപിച്ചിട്ട് പോലീസിൻ്റെ സുപ്രീം കമാൻഡറായിട്ട് ആര് സ്വയം വരുന്നു? സാക്ഷാൽ സാർ CP രാമസ്വാമി അയ്യർ തന്നെ പോലീസിൻ്റെ കമാൻഡ് പദവി ഏറ്റെടുക്കുന്നു. ഓവർ ദ സുപ്രീം കമാൻഡ് ഓഫ് പോലീസ് മാത്രമല്ല മിലിറ്ററി ഓപ്പറേഷൻ്റെ. ഇദ്ദേഹം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നേവി ഇറക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇവരുടെ കപ്പൽപ്പടയുണ്ട്, കപ്പൽപ്പട ഇറക്കിയിട്ട് 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണെന്നറിയാം. അപ്പോൾ ഇവരെ പരമാവധി ടിപ്പിംഗ് പോയിന്റിൽ എത്തിച്ചിട്ട് കടലിൽ ചാടി അവിടെ ഇട്ട് വെടിവെച്ചില്ല എന്നുള്ള പരിപാടിയാണ്. കടലിൽ ആര് നിർത്തുന്നു? കായലിലും കടലിലോ ആ ബോട്ടിൽ അല്ലെങ്കിൽ കപ്പലുണ്ടോയെന്ന് അറിയത്തില്ല, ബോട്ടായിരിക്കാം, മറ്റേ കപ്പലും കാണുമായിരിക്കും ഇവരുടെ. ഓക്കെ, മീഡിയം വെസൽസ് ആയിരിക്കും ഇവിടെ. സോ ഇവർക്ക് നേവി ഉണ്ട് തിരുവിതാംകൂർ നേവി ഇറക്കുന്നു. അപ്പം ഒരു ഫുൾ ഓൺ ഓപ്പറേഷനായിട്ട് എന്ത് മാറുകയാണ്? അതായത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള, സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നേരിട്ട് പോലീസ് ആക്ഷന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള അദ്ദേഹം സുപ്രീം കമാൻഡൻ്റായിട്ട് പോലീസിനെയും പട്ടാളത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ആലപ്പുഴയിലെ അല്ലെങ്കിൽ പുന്നപ്ര വയലാറിലെ സമരക്കാരെ നേരിടാൻ CP തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയാണ്. ഇന്ന് ഒക്ടോബർ 25 CP ഒരു അവസരം കൊടുത്തു, R ശങ്കറിനെ ദൂതനായിട്ട് അയച്ചു. ആ ദൂത് ഫലം കണ്ടില്ല, ആ ചർച്ച അലസി. തൊട്ടടുത്ത ദിവസം മാർഷ്യൽ ലോ. അന്ന് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും കമാൻഡൻ്റായിട്ട് ഈ പറയുന്ന പോലീസ് ആക്ഷനെ ലീഡ് ചെയ്തുകൊണ്ട് ബ്ലഡ് ആൻഡ് അയൺ പോളിസിയായിട്ട് ആര് വരികയാണ്? CP രാമസ്വാമി അയ്യർ വരികയാണ്. 26-നും 27-നും തൊട്ടടുത്ത ദിവസങ്ങൾ 26-നും 27-നും ദ ആംഡ് പോലീസ് ഫോഴ്സ് സ്റ്റേഷൻഡ് ഇൻ ചേർത്തല ടൗൺ മൂവ്ഡ് അഗെയിൻസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് അറ്റ് വയലാറിൽ കമ്മ്യൂണിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് 26-ാം തീയതി 27-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ ആംഡ് പോലീസ് എങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോകുന്നു? മാർച്ച് ചെയ്യുന്നു. വയലാർ ലക്ഷ്യം വെച്ച് മാർച്ച് ചെയ്യുന്നു. വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, 3 ഭാഗവും കായൽ അല്ലെങ്കിൽ ജലത്താൽ ചുറ്റപ്പെട്ടതാണ്. കായലിൽ നേവിയെ അണിനിരത്തുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രക്ഷോഭകാരികളെ എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ CP ലോക്കാക്കുന്നു. CP എന്ത് ചെയ്യുന്നു? ലോക്കാക്കുന്നു. ദ പോലീസ് അറ്റംപ്റ്റ് ടു വയലാർ വാസ് റെസിസ്റ്റഡ് ബൈ വർക്കേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, കേരള PSCയുടെ ചോദ്യമാണ്. ഇപ്പം നിങ്ങൾ കണ്ട ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരാൻ പോകുന്നത്. ദ പോലീസ് അറ്റംപ്റ്റ് ടു ലാൻഡ് അറ്റ് വയലാർ വാസ്. പോലീസിൻ്റെ വയലാറിലേക്ക് കടക്കാനുള്ള ശ്രമത്തെ, ക്യാമ്പിലെ പോലീസുകാർ വയലാറിലോട്ട് കടക്കാനുള്ള ശ്രമത്തെ പ്രക്ഷോഭകാരികൾ നേരിട്ടത് എങ്ങനെയാണ്? ഈ വാരിക്കുന്തവും അതുപോലെ തന്നെ വലിയ മുളവടികളും ഉരുളൻ കല്ലും ഉപയോഗിച്ചിട്ടാണ്. ഇവരുടെ കയ്യിൽ വെടിമരുന്നോ തോക്കോ ഒന്നുമില്ല. ഇവർ വാരിക്കുന്തവും ഈ പറയുന്നത് പോലെ മുളവടികളും വലിയ കല്ലും സാമഗ്രികളും മറ്റേ സിക്കിൾ അരിവാളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ പോലീസിനെ നേരിടാൻ ശ്രമിച്ചത്. ദ പോലീസ് ആൻഡ് മിലിറ്ററി ഓപ്പൺ ഫയർ ഓൺ ദ ഐലൻഡ്. ഇങ്ങനെ 3 പാടും ജലത്താൽ ചുറ്റപ്പെട്ട വയലാറിൽ എന്ത് ചെയ്യുന്നു? പോലീസ് വെടിവെപ്പ് ആരംഭിക്കുന്നു. ഓക്കെ, മണിക്കൂറുകളോളം നീണ്ടുള്ള വെടിവെപ്പ്. ഏകദേശം അന്നും 200ഓളം ആൾക്കാർ ഈ 5 മണിക്കൂർ നീണ്ട വെടിവെപ്പിൽ 27-ാം തീയതി 27-നാണ് ഈ സംഭവം. 27-ാം തീയതി 5 മണിക്കൂറോളം വെടിവെപ്പ് നീണ്ടു. കൃത്യമായ കണക്കുകളില്ല. 150 പേര് സ്പോട്ടിൽ മരിച്ചു. 100 കണക്കിന് ആൾക്കാർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ മരിച്ചു. പിന്നെന്താണ്, മറ്റ് 2 പ്രദേശത്തും അന്ന് അനുബന്ധമായിട്ട് വയലാറിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്. അവിടെയും ഒരു 130 ആൾക്കാരും പിന്നെ ഒരു 120 ആൾക്കാരും മരിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ദിവസം കൊണ്ട് ഏതാണ്ട് 1000ഓളം ആൾക്കാരെ കൊന്ന് തെള്ളുകയാണ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 1000ഓളം ആൾക്കാരെ വെടിവെച്ച് കൊന്നൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ലെഗസി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വെറുതെ ഒന്നും കൊണ്ടാടുന്നതല്ല, ആളുകൾ ബലിദാനികളായ സംഭവമാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം യൂറോപ്പിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
ഇന്ത്യയിൽ പോലും ജാലിയൻവാല ബാഗ് സംഭവമാണ് ഇതിനൊരു സമാനതയുള്ളൊരു സംഭവം. പക്ഷേ അവിടെ പോലും പ്രക്ഷോഭകാരികളൊന്നുമല്ല. ഇവിടെ ഡയറക്റ്റായിട്ട് പോലീസ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വാരിക്കുന്തവും സിക്കിളുമായിട്ടൊക്കെ ഇറങ്ങി ചെന്നൊരു സമരമാണ്. അതായത് ഒരു യൂറോപ്പിലെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ രാജ്യത്ത് നടക്കുന്ന പോലെ ഒരു സായുധ വിപ്ലവം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, രക്തരൂക്ഷിതമായ ഒരു വിപ്ലവം. സായുധ വിപ്ലവം എന്ന് പറഞ്ഞാൽ ആയുധം എടുത്തുകൊണ്ടുള്ളതാണ്. ഇവരുടെയുള്ള ആയുധം എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടു. ഒരു രക്തരൂക്ഷിതമായ വിപ്ലവം നെഞ്ചേറ്റിയ ഒരു ജനതയാണെന്ത് പുന്നപ്ര വയലാർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ചില്ലറ ലെഗസി അല്ല പുന്നപ്ര വയലാറിനുള്ളത്. 1000 പേര് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല. ഇറ്റ്സ് എ സിസ്റ്റമിക് ഇവൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ അതൊരു ഹോളോകോസ്റ്റാണ്. മൊത്തത്തിൽ 28-ന് ഈ പോലീസ് നടപടികൾ അവസാനിക്കുമ്പം ഏതാണ്ട് 1000-ഓളം ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവിടെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ആൾനാശം ഉണ്ടായി. സോ ട്രാജിക് ഹാപ്പനിങ്സ് ഓഫ് പുന്നപ്ര വയലാർ കാസ്റ്റ് എ ഗ്ലൂം ഓൾ ഓവർ ദ സ്റ്റേറ്റ്. ദോ ദ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വാസ് ഒപ്പോസ് ടു ദി ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമൊന്നുമല്ല. അവർ ഇതിനെ വയലൻറ്റ് മെത്തേഡ്സ്, ഈ കമ്മ്യൂണിസ്റ്റുകാർ ട്രെയിനിങ് ക്യാമ്പ് ഇട്ടതിനെയൊക്കെ അവർ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ CPയുടെ പോലീസ് ആക്ഷനെ നിശ്ചിതമായിട്ട് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അപലപിക്കുന്നുണ്ട്. ഇറ്റ് രജിസ്റ്റേർഡ് ഇറ്റ്സ് എംഫാറ്റിക് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് റിപ്രസീവ് മെഷേഴ്സ് റിസോർട്ടഡ് ടു ബൈ ദ ഗവൺമെൻറ് ടു പുട്ട് ഡൗൺ ദ കമ്മ്യൂണിസ്റ്റ് ഇൻസറക്ഷൻ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദയം അടിച്ചമർത്തുന്നതിന് വേണ്ടി സർ CP നടപ്പിലാക്കിയ പോലീസ് നരനായാട്ടിനെ നിശ്ചിതമായ ഭാഷയിൽ തന്നെ ആര് വിമർശിക്കുന്നുണ്ട്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വിമർശിക്കുന്നുണ്ട്. ഓക്കെ, സോ പുന്നപ്ര വയലാർ സമരം കേരളത്തിലെ വയലാറിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരാജയമാണെങ്കിലും ഇവൻച്വലി അത് ആരുടെ വിധി എഴുതി? അത് തിരുവിതാംകൂറിൻ്റെ വിധി എഴുതിയൊരു സംഭവമാണ്. CP രാമസ്വാമി എന്ന അയ്യരുടെ വിധി എഴുതിയ സംഭവമാണ്. കാരണം എന്താണ്? പോപ്പുലർ സെൻറ്റിമെൻറ്റ്സ് വാസ് എഗെയിൻസ്റ്റ് ഹിം. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്നുള്ളത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തുടങ്ങിയതാണെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയത് വഴി അതെന്തായി? ഇദ്ദേഹം ഒരു ഈവിൾ ഫിഗറായിട്ട് മാറുകയും ഇദ്ദേഹത്തിനെതിരെ പ്രതികാരം എന്നോണമാണ് ഇദ്ദേഹം കച്ചേരി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ TCS മണി എന്ത് ചെയ്തത്? ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് വെട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. മൂക്ക് പോയ CP നാട് വിട്ട് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം പോകുന്നതിന് മുമ്പേ തിരുവിതാംകൂർ രാജാവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കിക്കോണം, ദിവാൻഷിപ്പ് നടപ്പിലാക്കിക്കോണം. ഓക്കെ, ദിവാൻഷിപ്പൊന്നും നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം വെച്ചൊഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സിന് ഗുണകരമാകുന്ന രീതിയിൽ CP രാമസ്വാമി അയ്യർ കേരളം വിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ട്രാവൻകൂർ വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെയൊക്കെ ഈവൻ തോ പുന്നപ്രയിൽ അല്ലെങ്കിൽ വയലാറിൽ ഈ ആൾക്കാർ മരിച്ചു വീണുവെങ്കിലും സമരം പരാജയപ്പെട്ടുവെങ്കിലും ഇവൻച്വലി ആ സമരം കൊണ്ട് നേടേണ്ട വിജയം അവിടെ സംഭവിച്ചു. തിരുവിതാംകൂറിൽ CPക്ക് പോകേണ്ടി വന്നു. CP പോയതോടുകൂടി എന്താണ്, CPയുടെ അമേരിക്കൻ മോഡലും അറബിക്കടലിൽ പോകേണ്ടി വന്നു. അത് നടപ്പിലായില്ല. തൊട്ടടുത്ത വർഷം നിങ്ങളിൽ തന്നെ ഇവിടെ ദിവാൻ ഭരണം അവസാനിക്കുകയും ഈ പട്ടം താണുപിള്ളയുടെ ഒരു പാർട്ടി ഇവിടെ അധികാരത്തിൽ വരികയും 49 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടെ നമ്മളിനി പഠിക്കും തിരുക്കൊച്ചി സംയമനം ഉണ്ടാവുകയും പിന്നീട് 56 കേരള സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് അടിസ്ഥാനത്തിൽ പാർട്ട് B സ്റ്റേറ്റായിട്ട് ഫോം ചെയ്യുകയും ഇതിന് മുമ്പ് തന്നെ ഇന്ത്യൻ യൂണിയനിൽ ഇൻ്റഗ്രേറ്റഡ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സർ CPയുടെ എപ്പിസോഡ് അല്ലെങ്കിൽ സർ CPയുടെ ആ ഒരു എപ്പിസോഡിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഭവം തന്നെ എന്ത്, അദ്ദേഹത്തിൻ്റെ ഈ പുന്നപ്ര വയലാർ റിപ്രഷൻ, പോലീസ് റിപ്രഷൻ എന്നുള്ള അദ്ദേഹം അതിനെ അടിച്ചമർത്തിയ രീതി. ഓക്കെ, ഇവൻച്വലി അദ്ദേഹത്തിൻ്റെ വിധി തന്നെയാണ് അവിടെ എഴുതപ്പെട്ടത്. അദ്ദേഹത്തെ വധിക്കാൻ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് തീരുമാനിച്ചത്. വധശ്രമം പരാജയപ്പെട്ടുവെങ്കിലും ജീവഭയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തിരുവിതാംകൂർ വിട്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനായി. ഇവിടെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന കാര്യത്തിൽ സംശയം മാറിക്കിട്ടി. തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം വന്നു. തിരുവിതാംകൂർ പിന്നെ തിരുക്കൊച്ചി സ്റ്റേറ്റായിട്ട് മാറി. തിരുക്കൊച്ചി സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടായി. സോ ഇതിൻ്റെ എല്ലാം ഒരു സംഭവമാണ് 36 തൊട്ട് 47 വരെയുള്ള സർ CPയുടെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി CPയുടെ പ്രധാനപ്പെട്ട ഭരണ മികവുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. CP ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അബോളിഷ് ചെയ്തത് തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വധശിക്ഷ ഒഴിവാക്കിയ പ്രിൻസ്ലി സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒഴിവാക്കിയ ഫസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഏതാണ്? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അബോളിഷ് ചെയ്ത ഫസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ട്രാവൻകൂറാണ്. ഓക്കെ, സോ ഇത് സർ CPയുടെ ഒരു ഭരണപരിഷ്കാരമാണ്. ഇനി അടുത്തത് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഓൾറെഡി തിരുവിതാംകൂറിൽ വന്നു.
അത് എക്സ്പാൻഡ് ചെയ്തതും അത് സ്ട്രെങ്തൻ ചെയ്തതും സ്ട്രെങ്തനിങ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ. അത് സർ സി പിയുടെ നേതൃത്വത്തിലാണ്. 36 മുതൽ 48 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഓക്കെ. പിന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ സർ സി പിയുടെ കാലഘട്ടത്തിൽ ശ്രീ ചിത്ര തിരുനാൾ പ്രഖ്യാപിക്കുന്നതാണ് നവംബർ 12, 1936. ഓക്കെ. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നത് സർ സി പി ആണ്. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നത് സർ സി പി ആണ്. പെരിയാർ വന്യജീവി സങ്കേതം കമ്മീഷൻ ചെയ്യുന്നത്, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കമ്മീഷൻ ചെയ്യുന്നത് സർ സി പി ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ കൊണ്ടുവരുന്നത് സർ സി പി ആണ് 1937. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂറാണ് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് വരുന്നതും സർ സി പി ആണ്. ഇതിൻ്റെ അകത്തൊരു കഥ പ്രചരിക്കുന്നുണ്ട്. സർ സി പി ഇതിൻ്റെ ഫസ്റ്റ് വൈസ് ചാൻസലറായിട്ട് ഉദ്ദേശിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിൻ്റെ പേരിൽ ഒരു കത്ത് അയച്ചിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ വരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ തിരുവിതാംകൂറിലെ യൂണിവേഴ്സിറ്റി, ഇന്നത്തെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കായിരുന്നു കേരള യൂണിവേഴ്സിറ്റി പഠിച്ച എല്ലാവർക്കും അല്ലേ. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഡീൻ ആരാ? ആദ്യത്തെ വി സി ആരാ? ചില്ലറക്കാരനല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ആയനെ. സോ അങ്ങനെ ആ ലെവലിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉള്ള ഒരാൾ കൂടിയാണെന്ത് സർ സി പി. അപ്പോൾ പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ വരുന്നില്ല എന്നുള്ളതാണ്, വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം കത്ത് നൽകിയെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെപ്പറ്റി വ്യക്തതയില്ല. അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് അതാണ് വാഞ്ചി പുവർ ഫണ്ട് എന്നുള്ള പേരിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം കൊണ്ടുവന്നത് ആരാണ്? സർ സി പി ആണ്. പിന്നെ ട്രാവൻകൂർ ബാങ്ക്, പിൽക്കാലത്ത് SBT ട്രാവൻകൂർ ബാങ്ക് കൊണ്ടുവന്നത് സർ സി പി ആണ്. ആദ്യമായിട്ടൊരു വനിതാ ജഡ്ജ് മിസ്സിസ് അന്ന ചാണ്ടി, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് വനിതാ ഡിസ്ട്രിക്ട് ജഡ്ജ് അന്ന ചാണ്ടി. ഇങ്ങനൊരു സ്ത്രീപക്ഷ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇത്രയും താക്കോൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടായത് സർ സി പിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അത് മിസ്സിസ് അന്ന ചാണ്ടിയാണ്. ഫസ്റ്റ് ഡിസ്ട്രിക്ട് വനിതാ ജഡ്ജാണ് അല്ലേ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജല്ലേ, ജില്ലാ ജഡ്ജി അല്ലേ അന്ന ചാണ്ടി. പിന്നെന്താണ്? പിന്നെ ഉണ്ട് FACT, ഒരു തമിഴ്നാട്ടിലോട്ടൊരു 88 കിലോമീറ്റർ വരുന്ന സിമൻറ്റ് റോഡ്. ഇങ്ങനെ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ഓർത്താൽ മതി. നിങ്ങളിതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഉണ്ടാകും. ഞാൻ ക്വസ്റ്റ്യനിലൂടെ സോൾവ് ചെയ്ത് തരാം. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് റിലേറ്റഡ് ടു പുന്നപ്ര വയലാർ സ്ട്രഗിൾ? പുന്നപ്ര വയലാർ സമരത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നുള്ളത് കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ദ സ്ട്രഗിൾ വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ പത്തി മടക്കിയിരുന്നു. അപ്പോൾ നൗ ദിസ് വാസ് ഓൾ അബൌട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേഴ്സസ് സർ സി പി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ B എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിലെന്തില്ല? സ്റ്റേറ്റ്മെൻറ്റ് 1 ഇല്ല. അമേരിക്കൻ മോഡൽ ഇൻ ടു അറേബ്യൻ സീ വാസ് ദ സ്ലോഗൻ ഓഫ് ദി സ്ട്രഗിൾ. കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം ചൊടിപ്പിച്ചൊരു സംഭവം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ മോഡലാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നുള്ളത് ഈ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ലോഗനായിരുന്നു, മുദ്രാവാക്യമായിരുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ എല്ലാത്തിലും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഒന്നും പോകുന്നില്ല. ദ സ്ട്രഗിൾ വാസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദിവാൻ CP രാമസ്വാമിയർ. ഏതൊക്കെ പോളിസീസാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് അമേരിക്കൻ മോഡൽ, പിന്നൊന്ന് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം റിപ്പബ്ലിക് ഓഫ് ട്രാവൻകൂർ രൂപീകരിക്കുമെന്ന് പറഞ്ഞു. ഈ 2 പോളിസീസാണ് മെയിനായിട്ടുള്ളത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ A എലിമിനേറ്റ് ചെയ്യാം. ബാംബു സ്റ്റിക്സ്, സ്പിയേഴ്സ്, മുളവടി, വാരിക്കുന്തം, വലിയ കല്ലുകൾ, അതുപോലെ തന്നെ അരിവാൾ ആർ ദ വെപ്പൺസ് യൂസ്ഡ് ബൈ വർക്കിംഗ് ക്ലാസ് സ്ട്രഗിളായിട്ടാണ് തുടങ്ങിയത്. ട്രേഡ് യൂണിയൻസ് ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എഗെയിൻസ്റ്റ് ദ ഫോഴ്സസ് ഇൻ ദ സ്ട്രഗിൾ, പോലീസിനൊക്കെ എഗെയിൻസ്റ്റ് ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ്, പോലീസും പട്ടാളമാണ്. അവർക്കെതിരെ പ്രക്ഷോഭകാരികൾ ഉപയോഗിച്ചത് മുളവടിയും വാരിക്കുന്തവും കല്ലും അരിവാളും ഒക്കെയാണ്. ശരിയല്ലേ? 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റില്ലാത്ത D എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? ആൻസർ C ആണ്. ഓക്കെ, ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി.
ബാക്കി അപ്പോൾ കൂടുതൽ ഹിസ്റ്ററി ക്ലാസ്സസ് ഞാൻ തരാം വരും ദിവസങ്ങളിൽ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിന് പിന്നാലെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാം, നിവർത്തന അജിറ്റേഷൻ കാര്യങ്ങളുമൊക്കെ. കൊച്ചിയിലുണ്ടായ പ്രധാന സംഭവ വികാസങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം ട്രാവൻകൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിലും APO അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിലാണെങ്കിലും തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരികൾ 2 ഗൗരി ലക്ഷ്മി ഭായിമാരാണെങ്കിലും 2 അവിടുത്തെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വൊക്കാബ്സിൽ അത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സേതു ലക്ഷ്മി ഭായിമാർ വന്നതെന്നുള്ളത്. സേതു ലക്ഷ്മി ഭായിമാർ 2 പേരുണ്ട്. ഏതൊക്കെയാണ്? സേതു ചേർന്നുള്ള രണ്ട് വനിതാ ഭരണാധികാരികൾ വരുന്നുണ്ട്. ആരൊക്കെയാണ്? സേതു ലക്ഷ്മി ഭായും ഉണ്ട്, സേതു പാർവതി ഭായും ഉണ്ട്. ഓക്കെ. പിന്നെ ആറ്റിങ്ങൽ റാണിമാരെന്നുള്ള പദവിയിലാണ് ഗൗരി ലക്ഷ്മി ഭായും ഗൗരി പാർവതി ഭായും വരുന്നത്. ഗൗരി ലക്ഷ്മി ഭായും ഗൗരി പാർവതി ഭായും വ്യക്തികളല്ല, അതൊരു പൊസിഷനാണ്. ഓക്കെ. ഒരുപാട് മീൻസ് ഒന്നിലധികം ഗൗരി ലക്ഷ്മി ഭായിമാരും ഗൗരി പാർവതി ഭായിമാരും ഉണ്ട്. പക്ഷേ സേതു ലക്ഷ്മി ഭായി എന്നുള്ളത് ഓരോന്നും ഇതേ ഉള്ളൂ. സേതു ലക്ഷ്മി, സേതു പാർവതി ഓരോന്നും ഇതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വല്ലാത്തൊരു പുത്രി ദുഃഖം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഞാനത് ആ ക്ലാസ് എടുത്ത് നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ് അവിടെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാനത് മെയിനായിട്ടും അതിന് റെഫർ ചെയ്തതും ഞാൻ ക്ലാസ് കോട്ട് ചെയ്തതും മനോജ് പിള്ളയുടെ ഐവറി ത്രോൺസ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ ചിലർ വന്ന് ചോദിച്ചു, ഈ റാണി ലക്ഷ്മി ഭായി അല്ലല്ലോ. അല്ല, റാണി ലക്ഷ്മി ഭായി എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്. റാണി ലക്ഷ്മി ഭായും റാണി പാർവതി ഭായും ഓക്കെ ആറ്റികൾ റാണിമാരായിട്ട് വരുന്നവരാണ്. ഓക്കെ. അത് ചരിത്രത്തിൽ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കുടിയിരുത്താറുണ്ട്. അത് സാധാരണ കുടിയിരുത്തുന്നത് ഈ കണ്ണൂർ എന്നുള്ള കോലത്തിരി രാജവംശത്തിന് ഇവിടെ അഭയം കൊടുത്തിരുന്നു തിരുവിതാംകൂറിൽ. സോ ആ കുടുംബങ്ങൾ ഈ കോട്ടയം ഭാഗത്തും അവിടെയൊക്കെ അവരെന്താണ് താമസിക്കുന്നുണ്ട് തിരുവിതാംകൂർ. അവിടെ നിന്നുള്ള കുടുംബത്തിൽ നിന്നാണ് പെൺകുട്ടികളെ ഇങ്ങോട്ട് എടുക്കുന്നത്. കാരണം തിരുവിതാംകൂറിൽ ആവശ്യത്തിന് എന്തില്ല, പെൺകിടാങ്ങളില്ല. അതുകൊണ്ട് അവിടുന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ട്, ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മലയാള വാക്കുണ്ടല്ലോ അഡോപ്റ്റ് ചെയ്യുന്നതിന്, ദത്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ദത്തെടുത്ത കൂട്ടത്തിൽ വരുന്ന 2 റാണിമാർ, ആ റാണിമാർ എടുക്കുന്ന 2 തീരുമാനങ്ങൾ. അപ്പം അതിൽ ഞാൻ നമ്മുടെ പെയിൻറ്റർ ഉണ്ടല്ലോ രാജാ രവിവർമ്മയുടെ ഭാര്യയുടെ ചേട്ടത്തിമാരുടെ കഥകളും അവർക്കുണ്ടാവുന്ന മക്കളാണ് സേതു ലക്ഷ്മി ഭായിമാരായിട്ട് വരുന്നത്. ഏതാണ്? സേതു ലക്ഷ്മി ഭായ്, സേതു പാർവതി ഭായ്. അപ്പം തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരികൾ ആരൊക്കെയാണെന്നുള്ളത്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതിൽ പ്രധാനമായിട്ട് സ്ലേവറി നിർത്തലാക്കിയത് ആരാണ്, അടിമത്ത സംവിധാനം സ്ലേവറി, അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ചില പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു ക്ലാസ് എടുത്തു തരാം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുന്ന ദിവസം തന്നെ എടുത്തു തരാം. ഓക്കെ. നിങ്ങൾ റെഫറൻസ് ബുക്ക് പഠിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പരമാവധി ഞാൻ തന്നെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലും കൂടാണ് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങളുടെ എഫേർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PPT വെച്ച് ചുമ്മാ ഒരു ഓർഡറിൽ പറഞ്ഞു പോകാതെ ഒരു കഥ പോലെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അങ്ങ് ഇരുത്തം വന്നോളൂ. ഹിസ്റ്ററി അങ്ങനെയല്ലേ പഠിക്കണ്ടേ? ഞാൻ ഓൾറെഡി ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയല്ലേ ക്ലാസ് എടുക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഗ്രിപ്പൊക്കെ ആയില്ലേ, അതുപോലെ കേരള ഹിസ്റ്ററിയിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി തരാമെന്ന്. ഓക്കെ. അപ്പോൾ ശരി.